സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ആശങ്കാജനകമെന്ന കണക്കുകൾ നിരത്തി സർക്കാരിന്റെ ധവളപത്രം. LDF സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഖജനാവിൽ അവശേഷിച്ചത് 3000 കോടിയാണ്. സംസ്ഥാനത്തിന് പൊതുകടം 5 ലക്ഷം കോടി കടന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ ചെലവുകൾക്കായി നീക്കിവെക്കേണ്ടി വരുന്നുവെന്നും ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നു. ധവളപത്രത്തിന്റെ വിവിധ വശങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഡോക്ടർ PK ഗോപൻ CPIM, KS ശബരിനാഥൻ കോൺഗ്രസ്, ശങ്കുട്ടി ദാസ് BJP എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KS ശബരിനാഥൻ, അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം. ശ്രീ PK ഗോപൻ, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുടെ യഥാർത്ഥ ചിത്രം അനാവരണം ചെയ്യുന്നുണ്ട് ഈ ധവളപത്രത്തിൽ. 5.7 ലക്ഷം കോടിയുടെ കടം, പൊതുകടം സംസ്ഥാനത്തിനുണ്ട്. അത് GSDPയുടെ 35%. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. മറ്റ് 18 വലിയ സംസ്ഥാനങ്ങളുടെ ശരാശരി നോക്കിയാലും ഉയർന്നതാണ്. പലിശ ചെലവ് 17.73 അത് ദേശീയ ശരാശരി 11.9 മാത്രമാണ്. കേരളത്തിന്റെ മൂലധന ചെലവ് 1% കുറച്ച് മാത്രം കൂടുതലാണ്, 1.34 ദേശീയ ശരാശരിയേക്കാൾ താഴെ. വികസന ചെലവായി 39.5 മാത്രം നടത്താൻ പറ്റുമ്പോൾ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ, ശമ്പളം, പെൻഷൻ, അത്യാദി ചെലവുകൾ 77.6%. അങ്ങേയറ്റം അപകടാവസ്ഥയിലായ ഒരു ധനസ്ഥിതിയുടെ ചിത്രം പുറത്തേക്ക് കിട്ടുകയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ധന അവസ്ഥ വെന്റിലേറ്ററിലല്ലേ? ശ്രീ അഭിലാഷ്, അങ്ങനെ പറയാനാണ് ഇലക്ഷൻ സമയത്ത് പരിശ്രമിച്ചത്. അങ്ങ് വേറൊരു കണക്കുകൂടി പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിൽ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇവരുടെ പ്രചരണ സംവിധാനങ്ങളിലുമെല്ലാം വളരെ വിപുലമായിട്ട് ഉപയോഗിച്ചത് കേരളം കടത്തിൽ മുങ്ങി നിൽക്കുന്നു, 6 ലക്ഷം കോടിയാണ് കടം. നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ UDFൻ്റെ പ്രതിനിധികൾ പറഞ്ഞു 6 ലക്ഷം കോടി കടം, കേരളം കടത്തിൽ മുങ്ങി നിൽക്കുന്നു. ഇത് തെറ്റാണെന്ന് അവരുടെ തന്നെ ധവളപത്രം ഇന്ന് വ്യക്തമാക്കി. അതായത് എലക്ഷൻ പ്രചാരണത്തിന് ഞങ്ങൾ ഉപയോഗിച്ച 6 ലക്ഷം കോടി മാറി 5 ലക്ഷം കോടി, ചെറിയൊരു തുകയല്ല മാറ്റം, 1 ലക്ഷം കോടി രൂപയുടെ വ്യത്യാസമാണ് അവരുടെ പ്രചരണത്തിൽ അവർ പറഞ്ഞതിനേക്കാൾ ഇന്ന് കേരളത്തിൽ ധവളപത്രത്തിലൂടെ വന്നിട്ടുള്ള കടത്തിൻ്റെ കണക്ക്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, UDFൻ്റെ 2011 സമയത്തെ 2011 വരെ 11 മുതൽ 16 വരെയുള്ള സമയത്തെ കേരളത്തിൻ്റെ കടം 40%. കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 40% അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 40% കടം. ഇപ്പോൾ കേരളത്തിൽ കൃത്യമായി കടം കണക്കായി കഴിഞ്ഞാൽ അത് 34.7% മാത്രമാണ് കേരളത്തിൻ്റെ കടം. അപ്പോൾ വലിയ തോതിൽ കടം കേരളത്തിൽ കുറയുകയാണ് ചെയ്തത് LDF അധികാരത്തിൽ വരുമ്പോൾ. 40% കണക്കിലാണ് കടമെടുക്കേണ്ടത്, തുകയുടെ കണക്കിലല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നമ്മുടെ GSDP എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14 ലക്ഷം കോടി രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 14.3 ലക്ഷം കോടി രൂപയാണ് GSDP കേരളത്തിൻ്റെ. അതിൻ്റെ 34% ഇപ്പോൾ കടം. 2030 ആകുമ്പോഴത്തേക്കിന് UDFൻ്റെ ഭരണത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ കേരളത്തിൻ്റെ വരുമാനം 20 ലക്ഷം കോടി ആയാൽ എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 6.5 ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ 7 ലക്ഷം കോടി രൂപ വരെ കേരളത്തിന് കടം താങ്ങാൻ പറ്റും. അതാണ് യാഥാർത്ഥ്യം. കാരണം അന്നേരം 30% അവർ കുറച്ചുകൊണ്ട് വന്നാൽ 6 ലക്ഷം കോടി വരെ കടം താങ്ങാൻ പറ്റും കേരളത്തിന്. കാരണം അത് ദേശീയ ശരാശരിയൊക്കെ കുറവാണ് സാർ. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ GSDP അനുസരിച്ചുള്ള അവരുടെ കടം ഏതാണ്ട് 60% മുകളിലാണ്. അതായത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് 60%-ഓളമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കടം. നമ്മുടെ കടം 34.3. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പ്രധാനമാണ്. കോവിഡ് വന്ന കാലം കൂടിയാണിത്. ഈ കോവിഡ് വന്നു, പ്രളയം വന്നു, കേരളത്തിനൊരു അധിക ബാധ്യത കൂടി വന്നത് മറ്റെല്ലാ സ്റ്റേറ്റുകൾക്ക് കോവിഡ് ബാധകമായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രളയം കടന്നു വന്നു. മറ്റ് സ്റ്റേറ്റുകൾ ഈ കോവിഡ് സമയത്ത് അതുപോലെ അവരുടെ പ്രകൃതി ദുരന്ത സമയത്ത് അവർ പണം കൈയഴിച്ച് ചെലവഴിച്ചിട്ടുമില്ല. അവർ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. റിസർവ് ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് അതുപോലെ ട്രഷറി നിക്ഷേപിച്ചു. പ്രധാനമായിട്ട് റിസർവ് ബാങ്കല്ല, കൂടുതൽ ട്രഷറി നിക്ഷേപിച്ചു. ട്രഷറി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ട്രഷറി പലിശ കുറവാണ്, നെഗറ്റീവ് കാരിയർ എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ അവരുടെ വരുമാനത്തിൽ കുറവ് വന്നു, അവർ പാവപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കാതെ ഇരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ പോയ പ്രവാസി മലയാളികൾ ഉൾപ്പെടെ ടെസ്റ്റിന് വേണ്ടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ വലിയ കടം എന്നുള്ള പ്രചാരണം UDFൻ്റെ ധവളപത്രം തന്നെ അതിൻ്റെ മുനയൊടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആമുഖമായിട്ട് നമുക്ക് പ്രതികരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അല്ല സ്ഥിതി.
അതിൽ ഒന്ന് മറ്റ് രണ്ട് സ്റ്റേറ്റുകളെല്ലാം കാര്യങ്ങളുണ്ട്. മികച്ച സാമ്പത്തിക ശ്രീ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഈ ഗോപൻ, കണക്ക് വെച്ച് തന്നെ തെറ്റാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2011-2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഒരു സാമ്പത്തിക വർഷവും ഡെപ്റ്റ് ടു GSDP റേഷ്യോ 40% എത്തിയിട്ടില്ല. പരമാവധി 27.5% ആയിരുന്നത് എന്ന ഒരു വസ്തുത. രണ്ട്, ഇപ്പോൾ കോവിഡിന്റെ കാര്യം പറഞ്ഞു. കോവിഡിന്റെ സമയത്ത് നമ്മൾ ഈ ധവളപത്രം തന്നെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഗ്രാന്റ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ സമയം, ഒരുപക്ഷെ ഒരു തരത്തിൽ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന വിധത്തിലുള്ള വലിയ ഗ്രാന്റ് കിട്ടിയത് ഈ കോവിഡ് വർഷങ്ങളിൽ, ആ 2 വർഷങ്ങളിലാണ് എന്ന വസ്തുത നമുക്ക് ഈ ധവളപത്രത്തിൽ നിന്ന് തന്നെ കാണാം. അങ്ങനെ 2 വശങ്ങൾ അക്കാര്യത്തിൽ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം ഇതിപ്പോ നമ്മുടെ ധനസ്ഥിതിയുടെ ഒരു ചിത്രം നൽകുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കുമല്ലോ. അത് അംഗീകരിച്ച് തന്നെയാണ് KN ബാലഗോപാലൻ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അഭിലാഷേ, നിങ്ങൾ ദയവായിട്ട് ഈ കണക്കുകളൊന്നുകൂടി നോക്കണം. 2004, 2005 കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? UDF ആണല്ലോ. അതെ, 2004, 2005 ആ സമയത്ത് കേരളത്തിന്റെ കടബാധ്യത 40%. ഞാൻ 11-16 ആദ്യം അതാണ് ഉദ്ധരിച്ചത്. LDF അത് VS-ന്റെ അതായത് ഞാൻ ഒന്ന് പറയട്ടെ. ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ 2011 തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായി തുടങ്ങുന്ന തീരുന്ന ഏതാണ്ട് ആ അവസരത്തിൽ അതിൻ്റെ നമ്മുടെ കടത്തിൻ്റെ അളവ് 31.8% ചുരുങ്ങി. അതായത് 2004 UDF-ന്റെ കാലത്ത് 40%-ൽ നിന്ന് ഏറിയും കുറഞ്ഞും വന്നിട്ട് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിട്ടിരുന്ന് 5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കടം 31.8% ചുരുങ്ങി. ഇപ്പോൾ അത് 34%-ലാണ് നിൽക്കുന്നത്. കാരണം ഈ കാലങ്ങളിലാണ് കോവിഡും മറ്റ് ദുരന്തങ്ങളും നമുക്ക് പ്രളയം ഉൾപ്പെടെയുള്ളതും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറച്ചുകൂടി ഞെരുക്കം നമുക്കുണ്ടായത്. നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 25% മാത്രമാണ് കേന്ദ്രവിഹിതം കിട്ടുന്നത്. ഇന്ത്യയിലെ അങ്ങ് എല്ലാ സ്റ്റേറ്റിനെ കുറിച്ച് നേരത്തെ താരതമ്യം ചെയ്തല്ലോ, എല്ലാ സ്റ്റേറ്റിലും അത് 50% വരെയാണ്. അതായത് ഓരോ സ്റ്റേറ്റിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 45 മുതൽ 50% വരെ കേന്ദ്രവിഹിതമാണ്. അത് GST നിയമം അനുസരിച്ച് തന്നെ കിട്ടേണ്ടതാണ്. പക്ഷെ നമുക്ക് 25% കൂടുതൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. ശരി, ഈ കേന്ദ്രവിഹിതം കുറഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ അവസരം ഉള്ളത്, അല്ലെങ്കിൽ ഈ ബാധ്യത നമുക്ക് ഉണ്ടാക്കി വെക്കാതിരുന്നത്. ഏതായാലും 6 ലക്ഷം കോടി എന്നുള്ളത് 5 ലക്ഷം കോടിയായിട്ട് പ്രഖ്യാപിച്ചതിനുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തും. ശരി, ഓക്കെ. 5.7 ലക്ഷം കോടി ആണ് കേരളത്തിന്റെ പൊതുകടം. ഓക്കെ, ശ്രീ ശബരിനാഥൻ, മുമ്പ് 2001 AK ആന്റണി അധികാരത്തിലെത്തിയപ്പോൾ ഇതുപോലെ ധവളപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അന്ന് ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് ശേഷം മുണ്ടുമുറുക്കി ആഹ്വാനം ചെയ്യുന്നു, വളരെ ശക്തമായ ചെലവ് ചുരുക്കൽ നടപടിയിലേക്ക് കടക്കുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യം ചരിത്രമാണ്. ഇപ്പോൾ 2026 ധവളപത്രം പുറപ്പെടുവിക്കുന്നു. എന്നിട്ട് മുണ്ടുമുറുക്കി ഉടുക്കാൻ എപ്പോഴും പറ്റില്ലല്ലോ എന്ന് പറയുന്നു. വ്യാപകമായ സ്വകാര്യവൽക്കരണം, അത് ഊർജ മേഖല മുതൽ റെയർ എർത്ത് വരെ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കണം എന്നൊരു ആഹ്വാനമോ അല്ലെങ്കിൽ നിർദ്ദേശമോ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് വിത്തെടുത്ത് കുത്തുന്നതിന് മുമ്പുള്ള ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കലാണോ? അഭിലാഷ്, ആദ്യമേ തന്നെ ഈ ഒരു ധവളപത്രം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് അല്ല. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചിരുന്നത് LDF-ന്റെ ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക പൊതുസ്ഥിതി എന്താണ്, നമ്മുടെ വരവ് എത്രയാണ്, നമ്മുടെ ചെലവ് എത്രയാണ്, 10 വർഷം കൊണ്ട് കൂടിയ ബാധ്യതകൾ എത്രയാണ്, ഇനി നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, എന്തൊക്കെ പ്രതീക്ഷകളുണ്ടോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സ്നാപ്ഷോട്ട്. ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പോയി ഒരു മെഡിക്കൽ ലാബിൽ പോയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ബോഡി ചെക്കപ്പ് നടത്തുമ്പോൾ കിട്ടുന്ന പോലെ ഒരു സ്നാപ്ഷോട്ടാണ് ഈ പറഞ്ഞ ധവളപത്രം. അതിൽ രാഷ്ട്രീയമില്ല, ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലുമില്ല. ആ ഒരു സ്നാപ്ഷോട്ടിൽ നിന്നുകൊണ്ടാണ് ഇനിയും സർക്കാർ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് ഈ പറയുന്ന ബഡ്ജറ്റിലും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സ്നാപ്ഷോട്ട് കാണുമ്പോൾ അതൊരിക്കലും ഒരു രാഷ്ട്രീയപ്രദമായിട്ടുള്ള ഡോക്യുമെൻ്റ് അല്ല. പക്ഷേ ആ സ്നാപ്ഷോട്ടിൽ നമ്മൾ കാണുന്ന ചില കണക്കുകൾ, അങ്ങ് ആദ്യം പറഞ്ഞ കണക്കുകളൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടോ എന്നുള്ളത് ക്ലിയറായിട്ട് തന്നെ പറയുകയാണ്. ഉദാഹരണത്തിന് അങ്ങ് തന്നെ പറഞ്ഞ നമ്മുടെ ബാധ്യത ഏകദേശം 5 ലക്ഷം കോടി എന്നുള്ളത്. ആദ്യം ശ്രീ PK ഗോപൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഇടതുപക്ഷം എടുത്തിരിക്കുന്ന ഏക ഡിഫൻസ് എന്താണ്? UDF പറഞ്ഞുകൊണ്ടിരുന്നു 6 ലക്ഷം കോടി കടമാണ്, ഇപ്പോൾ പറയുന്നു 5 ലക്ഷം കോടി എന്നുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ 6 ലക്ഷം കോടിയാകാൻ പോകും. അതിൽ നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റിലെ കടമുണ്ടായിരുന്നു, കിഫ്ബിയിലുള്ള 30,000 കോടി ഉണ്ടായിരുന്നു, സാമൂഹ്യ സുരക്ഷ
ആ പെൻഷൻ ആ സ്കീമിനകത്തുള്ള ഏകദേശം 15,000 കോടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമെന്ന് ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിരുന്ന ശമ്പള പരിഷ്കരണം ഉണ്ടായിരുന്നു, ലീവ് സറണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ നടത്തിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ 6 ലക്ഷം കോടി കിട്ടിയേനെ. അപ്പോൾ 6 ലക്ഷം കോടി എന്ന് പറഞ്ഞ് UDF പറഞ്ഞ കണക്കുകൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഏകദേശം 42,000 കോടി രൂപയുടെ ബാധ്യത പുതിയ UDF സർക്കാർ നൽകിയത് കൊണ്ട് ഈ പറഞ്ഞ 6 ലക്ഷം തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എനിക്ക് വിഷമമുള്ളത്, ഇടതുപക്ഷക്കാർ ഇലക്ഷന് ജയിക്കും തോക്കും, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ് പടച്ചുവിടുന്ന കള്ളങ്ങൾ ജനങ്ങൾക്ക് അല്പം കൂടി ബോധമുണ്ടായതുകൊണ്ട് ആ കള്ളങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡോക്ടർ PK ഗോപൻ പറഞ്ഞ കണക്ക്. അദ്ദേഹം പറഞ്ഞു 40% വരുന്നത് UDFിൻ്റെ സമയത്തുള്ള സ്റ്റേറ്റ് ടു GSDP റേഷ്യോ. ഞാൻ ബഡ്ജറ്റിന് അനുബന്ധമായിട്ടുള്ള ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഡോക്യുമെൻ്റ്, അത് 2000 മുതൽ 2022 വരെയുള്ള ഓരോ വർഷത്തെയും ടോട്ടൽ ഡെറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് GSDP പറയുന്നുണ്ട്. ഇന്ന് UDFിൻ്റെ നമ്മുടെ ധവളപത്ര പ്രകാരം 35.5% ഉയർന്നിരിക്കുകയാണ്. ദേശീയ ശരാശരി 28 മാത്രമാണ്. നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിടുന്ന സമയത്ത് 2014-15 അത് 26.68. 2004-5 30. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നോക്കുമ്പോൾ ഇത് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ സമയത്തൊരു കൂടി കണക്കുകൾ കൂടുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്നതിന് അക്സെപ്റ്റ് ചെയ്യുന്നു. കോവിഡ് സമയത്തൊക്കെ ഡെറ്റ് ടു GSDP കൂടിയിട്ടുണ്ട്. അത് 2021-22 32%, 2020-21 40% സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന 35.88 കോവിഡും കഴിഞ്ഞ് പ്രളയവും കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ 35.88% നമ്മൾ കടത്തിൻ്റെ GSDP റേഷ്യോ വരുന്നത് നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കാരണമാണ്. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി UDFിൻ്റെ സമയത്തെക്കുറിച്ച് കള്ളക്കണക്കുകൾ പറയുന്നത്. ഈ കള്ളക്കണക്ക് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തത്. അത് മനസ്സിലാക്കാതെ ബഹുമാനപ്പെട്ട മന്ത്രി പോലും പറയുന്ന കണക്കുകൾ ഇന്ന് ചാനലിൽ വന്ന് പടച്ചു വിടുകയാണ്. ഇനിയും അഭിലാഷ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇവിടെ എല്ലാം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്നുള്ള ഈ ഒരു പരിപ്രേക്ഷ്യം, ഇവിടെയാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദാഹരണം പറഞ്ഞു, മുഖ്യമന്ത്രി ഒരു ഉദാഹരണം പറഞ്ഞു. 70,000 കോടി രൂപയാണ് KSRTCയിൽ നമുക്കിപ്പോഴുള്ള ബാധ്യതകൾ. അത് ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് 30,000 കോടി എന്തുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, ചോദിച്ച ചോദ്യം എന്താണ്, നമുക്കിങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ സർക്കാർ ഞാനും നിങ്ങളും കൊടുക്കുന്ന ടാക്സ് പണം 70,000 കോടി രൂപയുടെ ബാധ്യതയായി അത് മാറുമ്പോൾ അത് പിടിച്ചു നിർത്തുവാനുള്ള ചുമതല നമുക്കില്ലേ? അതിൻ്റെ കൂടുതൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണ്ടേ? അതിനെന്തൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുന്നതിനെ ഒറ്റയടിക്ക് നിങ്ങളെല്ലാം കൂടെ പ്രൈവറ്റൈസ് ചെയ്യാൻ പോവുകയാണ്, എല്ലാം കൂടെ റെഗുലറൈസ് ചെയ്യാൻ പോകണം എന്നുള്ളത് നിങ്ങൾ കാറടച്ച് ഒഴിവാക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നു, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ടി വരും. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള സോഷ്യൽ സ്കീമുകളായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതുള്ള ചില കാര്യങ്ങൾ നമുക്ക് മാറ്റേണ്ടി വരും. പ്രധാനമായിട്ട് മാറേണ്ടതാണ്. മാറും എന്ന് പറയുമ്പോൾ അതില് ഒരു നയപരമായ തീരുമാനം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ശബരി. ഇപ്പോ 146-ാമത്തെ പേജിൽ ധവളപത്രം പറയുന്നത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് അഡക്വേറ്റ് റിസോഴ്സസ് വിത്ത് ദ സ്റ്റേറ്റ് ദ സൊല്യൂഷൻ ലൈസ് ഇൻ റെസൊല്യൂട്ട്ലി എൻകറേജിംഗ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് വഴി എന്ന് പറഞ്ഞിട്ട് ഈ ഏതൊക്കെ സെക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് ടെക്നോളജി, IT ആപ്ലിക്കേഷൻസ് തുടങ്ങി റെയർ എർത്ത് റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യുന്നത് അടക്കം. പിന്നെ പവർ സെക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഇതിലേതിനാണ് ഇത് AI സെക്ടറിലെ കാര്യങ്ങൾ സർക്കാർ മാത്രം ചെയ്താൽ ശരിയാകുമോ? ഇവിടെ പറയുന്ന ടെക്നോളജി സെക്ടറിൽ സർക്കാർ മാത്രം ചെയ്ത കാര്യങ്ങൾ ശരിയാകുമോ? നിങ്ങൾ പറഞ്ഞ ബാക്കി ആദ്യം പറഞ്ഞ 1-2 കാര്യങ്ങൾ ഇതൊക്കെ ഗവൺമെൻറ് മാത്രം ചെയ്താൽ ശരിയാകും? ഇത് റിയാലിറ്റി അല്ലേ? ഇവിടെ പ്രൈവറ്റ് സെക്ടർ, ഇപ്പം നമ്മൾ US മറ്റു സ്ഥലങ്ങളിലും കാണുന്ന വലിയ തരത്തിലുള്ള IT റവല്യൂഷൻ ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനികളാണ്. നമ്മൾ പഴയ കാലം പോലെ പ്രൈവറ്റ് സെക്ടറെ നമ്മൾ എല്ലാം കൂടി എതിർക്കുന്നു എന്ന് ഇടതുപക്ഷം പോലും പറയുന്നില്ലല്ലോ. ഇവിടെ IT സെക്ടർ ആകട്ടെ, ഈ പറയുന്ന ടെലികോം ആകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ AI ആകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന GCC ആകട്ടെ, ഇതൊക്കെ എല്ലായിടത്തും വരുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ കാരണമാണ്. പ്രൈവറ്റ് ക്യാപിറ്റൽ ഒന്നും വേണ്ടെന്ന് നമുക്ക് പറയാം. പ്രൈവറ്റ് ക്യാപിറ്റൽ ഒന്നും വേണ്ടെന്നല്ല. ഇപ്പോ ധനമന്ത്രി തന്നെ ചോദിക്കുന്ന, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നു, അങ്ങനെ പ്രൈവറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ വൈദ്യുതി വിതരണം ചെയ്യുന്ന ഏത് സ്റ്റേറ്റിലാണ് ഇപ്പൊ KSEB പോലെയുള്ള സംരംഭങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വൈദ്യുതി ചാർജ് ഉള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അവർ ലാഭം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനായിരിക്കുമല്ലോ ശ്രമിക്കുക. KSRTC വലിയ നഷ്ടം നേരിടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിലുള്ളതാണ്. കേരള വാട്ടർ അതോറിറ്റി വലിയ നഷ്ടം നേരിടുന്ന 3 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയെ, KSEBയെ, KSRTCയെ ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. IT-യിൽ സ്വകാര്യ നിക്ഷേപം വേണോ എന്നുള്ളതല്ല.
അല്ല, അഭിലാഷ് ആദ്യം പറഞ്ഞത് IT AI ആണല്ലോ. ഞാൻ തിരിച്ചു ചോദിക്കാം, ഇവിടെ എവിടെയാണ് KSRTC അല്ലെങ്കിൽ KSEB അല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് KSRTCയിൽ മൗണ്ടിങ് ലോസസ് കൂടുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ശ്രീ ഗോപൻ ഉണ്ടല്ലോ, ശ്രീ അഭിലാഷ് ഉണ്ടല്ലോ, ഈ K-Swift, നിങ്ങൾ K-Swift ബസ് എടുത്ത് റീറ്റെയിലറായിട്ട് ആളുകളെ വെച്ച് സർക്കാർ സ്ഥിര വരുമാനം കൊടുക്കാതെ കോൺട്രാക്ടർ ആളെ എടുത്ത് ലീസിന് വാഹനം എടുക്കുന്നത് ഒരു തരത്തിൽ സ്വകാര്യവൽക്കരണമല്ലേ? നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, നമ്മൾ ആരും കുറ്റം പറയുന്നുണ്ടോ? ഇത് പല പല മോഡൽസാണ്. നമ്മൾ ആ പല പല മോഡൽസ് പലക്കലാതെ ഒരു വരട്ട് തത്വം കൊണ്ട് ഒരു കാര്യവുമില്ല. കഴിഞ്ഞ സർക്കാർ തന്നെ എത്രയോ സ്കീമുകൾ ഇത്തരത്തിലുള്ള KSRTC ബസ്സുകൾ വാങ്ങിച്ചു കൂട്ടി നമ്മുടെ ആളുകൾ ഓടിക്കുന്നതിന് പകരം അവർ ചെലവ് കുറയ്ക്കാൻ വേണ്ടി കോൺട്രാക്ട് ഡ്രൈവർമാരെ എടുത്തു. K-Swift ഓടിക്കുന്ന ഡ്രൈവർമാരിൽ ഭൂരിഭാഗം കോൺട്രാക്റ്റുകാരല്ലേ, കണ്ടക്ടർമാർ കൂടുതൽ കോൺട്രാക്റ്റുകാരല്ലേ, ആ വാഹനങ്ങൾ വെറ്റ് ലീസിലും ഡ്രൈ ലീസിലും എടുത്തിരിക്കുകയല്ലേ. അപ്പം ഇതൊക്കെ ഗവേണൻസിൻ്റെ മോഡൽ മാറുകയാണ്. അപ്പം അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ കൂടുതൽ റവന്യൂ വരുവണമെന്നുള്ളത് സർക്കാർ നിലപാടാണ്. അത് ഒരിക്കലും ഈ പറഞ്ഞ നിയോ ലിബറൽ എന്ന് പറഞ്ഞാൽ അറിയാത്ത കാര്യങ്ങൾ പാർട്ടി ക്ലാസ് പഠിച്ച് പലരും വരുന്നത്. ഇവിടുത്തെ ജനങ്ങൾ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇവിടുത്തെ ജനങ്ങൾ കൂടുതൽ വരുമാനം, കൂടുതൽ എന്നെ നിങ്ങളിനി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾ ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സർക്കാർ ഇതര മേഖല പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സർക്കാരിനോടൊപ്പം മറ്റു മേഖലകളിൽ വരണം. നമ്മുടെ കുട്ടികൾ മറ്റു സ്ഥലങ്ങളിൽ പോയി പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്തതിന് പകരം അവർ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് പ്രൈവറ്റ് നടക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. അത് UDF മനസ്സിലാക്കുന്നുണ്ട്. നയം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നയം അങ്ങനെയാണെങ്കിൽ എല്ലാം ഇല്ലാക്കും എന്നുള്ളതല്ല. നയം അങ്ങനെ എന്ന് വിശദീകരിച്ചാൽ മതി. അല്ലാതെ അത് ഞാൻ ഒരു മഹാപരാധമാണ് എന്ന മട്ടിൽ പറഞ്ഞതല്ല. എവിടെയാണ് വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ് സമ്മറി അവസാനിക്കുന്ന ഭാഗത്ത് 33ാമത്തെ പേജിൽ മലയാളം വേർഷനിൽ പറയുന്നത്, ഭാവിയിൽ പുതുതായി ഉയർന്നു വരുന്ന ഏത് മേഖലയുടെയും വളർച്ചയും തടസ്സമില്ലാത്ത വൈദ്യുതി ലഭ്യതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനാൽ വൈദ്യുതി മേഖല സ്വകാര്യ നിക്ഷേപത്തിനായി തുറന്നു കൊടുക്കേണ്ടതുണ്ട് എന്ന് ഈ ധവളപത്രത്തിന്റെ എക്സിക്യൂട്ടീവ് സമ്മറിയിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കാം. സർക്കാരിന്റെ മാൻഡേറ്റ് ഉണ്ടല്ലോ, 102 MLA-മാരുണ്ടല്ലോ. അതൊരു നിർദ്ദേശമാണ്. അത് ചെയ്യുമോ ചെയ്യണ്ടോ എന്നുള്ള സർക്കാരിന്റെ തീരുമാനമാണ്. അതോടൊപ്പം വൈദ്യുതിയിലെ ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ് സീക്കിൽ വൈദ്യുതിയുടെ ഒരു വിഭാഗം നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണോ നിർബന്ധമില്ലല്ലോ. നാളെ പ്രൈവറ്റ് സെക്ടർ പവർ ജനറേഷൻ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആവുന്നതാണ്. ആ പല സ്റ്റേറ്റുകളിലും പവർ ജനറേഷൻ ചെയ്യുന്ന ആളുകളുടെ ഇതുണ്ടല്ലോ. ഇതൊക്കെ പഠിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം UDF-ലുണ്ട്. എന്ന് പറഞ്ഞത് കൊണ്ട് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു പറയുന്ന ആ നിങ്ങൾ പറയുന്ന നിലപാട് ശരിയല്ല. കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഡോക്യുമെന്റ് ഒരു സത്യസന്ധതയുണ്ട്. ആ സത്യസന്ധതയിലാണ് ജനങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ക്ലിയർ ആണ് നമ്മുടെ കാഴ്ചപ്പാട്. ശരി. ഓക്കെ, ശ്രീ ശങ്കുട്ടി ദാസ്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന സൂചകങ്ങളൊക്കെ നേരത്തെ തന്നെ ചർച്ചയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലായി നിൽക്കുകയാണെന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ കുറവാണെന്നും ഒക്കെ നേരത്തെ തന്നെ എല്ലാ ധനകാര്യ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ലേഖനം എഴുതിയിട്ടുള്ള കാര്യമാണ്. അതിൽ വലിയ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഒന്നും ഇതിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ടോ സർക്കാരിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ വൈദ്യുതി അടക്കമുള്ള സെക്ടറുകൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ റയർ അർത്സിനെ കുറിച്ച് പറയുന്നു. അത് ഏത് തലത്തിലാണ് വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും മുണ്ട് മുറുക്കി ഉടുക്കലല്ല ഈ സർക്കാരിന്റെ നയം, മറിച്ച് പുതിയ ഏരിയകൾ തേടലാണ് എന്ന് വ്യക്തമാവുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് കാണാമോ? അങ്ങനെ പ്രതീക്ഷ വയ്ക്കാൻ പറ്റും എന്നാണ് എനിക്ക് പ്രഥമദൃഷ്ട്യാ തോന്നുന്നത്. കാരണം ഇതൊരു കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ധവളപത്രത്തെ പുറത്തിറക്കാനുള്ള തീരുമാനത്തെ BJP പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സത്യസന്ധമായി ആത്മാർത്ഥമായി സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി പഠിക്കുകയും അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവിടെയുള്ള പ്രശ്നത്തെ പരിഹരിക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ് എന്നതുകൊണ്ട് തന്നെ അത് കുറെ കൂടി സത്യസന്ധമായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കാരണം സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഈ പറയുന്ന ധനകാര്യ പ്രതിസന്ധിയുടെ മുഴുവൻ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണെന്നുള്ളതാണ്. നമുക്കൊരു പൗരൻ എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി എനിക്ക് ആശങ്കയുള്ളപ്പോഴും BJP പ്രതിനിധി എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയ ആശ്വാസമാണ് ഈ ധവളപത്രം വായിച്ചപ്പോൾ തോന്നിയത്. കാരണം സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി ഒരു ധവളപത്രം പുറത്തിറക്കുന്ന പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് 80% പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനും 20% മാത്രം സംസ്ഥാന സർക്കാരുകൾക്കും എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ പതിവ് പാർലൻസിലുള്ള രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായി കേന്ദ്ര
കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് പോലെയുള്ള ഒരു ശ്രമമാവുമെന്നാണ്. എന്നാൽ കുറെ കൂടി സത്യസന്ധമായിട്ടാണ് ഇത് കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ വിലയിരുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൊത്തം 195 പേജുള്ള ഈ ധവളപത്രത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗത്ത് വളരെ എന്താ പറയുക ദുർബലമായിട്ടുള്ള ചില പരാമർശങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ ഇത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ധന മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ് എന്ന് അംഗീകരിക്കുന്ന മട്ടിലാണ് ഈ ധവളപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിൽ 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് സമ്മറിയിലെ തന്നെ കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെ പറ്റിയിട്ടുള്ള പ്രധാന ചാലഞ്ചസ് ആയി വിലയിരുത്തുന്ന 5 പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകളിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും താരതമ്യേന ദുർബലവുമായിട്ടുള്ളൊരു വാദം മാത്രമാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം പറയുന്നത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്ട്രക്ചറിനെ സംബന്ധിച്ചാണ്, ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഈ റിപ്പോർട്ടിൽ നിന്ന് ഉദ്ധരിക്കുകയാണെങ്കിൽ ദ പ്രോബ്ലം ഓഫ് കേരള ഇസ് നോട്ട് മിയർലി എ ക്യാഷ് ഫ്ലോ പ്രോബ്ലം ബട്ട് എ സ്ട്രക്ചറൽ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നാണ് പറയുന്നത്. ഇത് ഘടനാപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് പുതിയ തലമുറയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു, വലിയ തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റുകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ഗോപൻ ഇവിടെ പറയുന്നത് 6 ലക്ഷം കോടി എന്ന് പറഞ്ഞെടുത്ത് 5 ലക്ഷം കോടി ആയത് വലിയ ആശ്വാസമാണ് എന്നുള്ളതാണ്. നോക്കൂ, ഒരു സാങ്കല്പിക സംഖ്യ അപ്പുറത്ത് വെച്ചുകൊണ്ട് യഥാർത്ഥ സംഖ്യയെ ലഘൂകരിക്കുന്നത് എങ്ങനെയാണ്? 5 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന്റെ പൊതുകടമാണെങ്കിൽ നമ്മുടെ GSDPയുടെ 35.8% നമ്മുടെ പൊതുകടമാണെങ്കിൽ അത് ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം ഒരു യഥാർത്ഥ ഫിനാൻഷ്യൽ മോഡലിൽ എപ്പോഴും GSDPയുടെ 30% താഴേക്ക് നമ്മുടെ പൊതുകടത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്താറുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ നാഷണൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ 29% എല്ലാ സംസ്ഥാനങ്ങളും നിലനിർത്തുന്നത്. അത് കടന്നു വല്ലാതെ മുകളിലേക്ക് പോകുന്നു. മാത്രമല്ല പൊതുകടം മാത്രമല്ല വർദ്ധിക്കുന്നത്, ഈ കടം തിരിച്ചടയ്ക്കാനുള്ള ഉപാധികൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നമുള്ളത്. മൊത്തം റവന്യൂ റെസീപ്സിൻ്റെ 77% നമ്മൾ ഈ പറയുന്ന ഈ എന്താ പറയുക ശമ്പളം, അതേപോലെ തന്നെ പെൻഷൻ, അതേപോലെ തന്നെ പലിശ എന്നിങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറുകൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. തിരിച്ചു വരുന്ന എക്സ്പെൻഡിച്ചർ അല്ല, അതൊരു മൂലധന നിക്ഷേപമല്ല. നമുക്ക് ഭാവിയിലെങ്കിലും തിരിച്ച് പണം കിട്ടാൻ സാധിക്കുന്ന മൂലധന നിക്ഷേപത്തിനാവട്ടെ കേവലം 1.2% നിക്ഷേപം മാത്രമാണ് നമ്മൾ നടത്തുന്നതെന്ന് കാണുന്നു. പലിശ അടയ്ക്കാൻ മാത്രം നമ്മൾ 21% നീക്കി വെക്കുന്നു. അതായത് 97,000 കോടി രൂപ റിട്ടേൺസ് ഇല്ലാത്ത എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കേരളം നീക്കി വെക്കുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ പ്രതിസന്ധി ഭാവിയിലേക്കും ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് കിഫ്ബിയാണ്. ഇവിടെ ശരിക്കും കിഫ്ബിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു ധനകാര്യ പ്രതിസന്ധിയുടെ മൂലകേന്ദ്രമായിട്ട് ഈ ധവളപത്രം കണക്കാക്കുന്നത്. ആ കിഫ്ബിയെ പറ്റി പറയുന്നതിന് പാരലൽ ഫിസ്ക്കൽ അതോറിറ്റി ദ കിഫ്ബി പ്രോബ്ലം എന്നാണ്. കിഫ്ബി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നം, കിഫ്ബി ഉണ്ടാക്കി വെച്ചിട്ടുള്ള 21,000 കോടി രൂപയുടെ ബാധ്യത, കിഫ്ബി ഏറ്റെടുത്തിട്ടുള്ള 35,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ, കിഫ്ബിയുടെ കടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കടമായി മാറുന്ന പ്രതിസന്ധി. ഇത് മാത്രമല്ല, കിഫ്ബി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലുള്ള റീജിയണൽ ഇംബാലൻസുകൾ. കണ്ണൂരിൽ മാത്രം 20% പ്രോജക്റ്റുകൾ, 17% പ്രോജക്റ്റുകൾ തിരുവനന്തപുരത്ത്. കണ്ണൂരും തിരുവനന്തപുരവും എറണാകുളം കൂട്ടി എടുത്തു കഴിഞ്ഞാൽ മൊത്തം പ്രോജക്റ്റുകളുടെ 50%. അങ്ങനെ പ്രാദേശികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വികേന്ദ്രീകരണം ഇല്ലാതെയുള്ള പ്രോജക്റ്റുകളുടെ എടുപ്പ്, ഇതെല്ലാം കിഫ്ബി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രതിസന്ധികളായി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡെഡ് വെയിറ്റ് ഓഫ് PSUs, അതാണ് പിന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് പറയുന്നത്. കേരള വാട്ടർ അതോറിറ്റി പോലെ, KSRTC പോലെ, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന കടം, ഇതിൻ്റെ എല്ലാം അവസാനമാണ് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പറയുന്നത്. അതിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എന്താ പറഞ്ഞത്? ഇത്രയും കാലം ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ ആകെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടാത്തതാണ്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പണമാണ് കിട്ടാനുള്ളത് എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പണം കേരളത്തിന് അർഹമായ പണം കിട്ടാതിരുന്നു. കേരളത്തിന് ഇപ്പോഴും ഒരു ക്ലെയിം ഉണ്ട് എന്നൊരു പരാമർശം പോലും ഈ പറയുന്ന ധവളപത്രത്തിൽ ഇല്ലെന്ന് മാത്രമല്ല, കേന്ദ്രത്തിനെതിരായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് എൻഡ് ഓഫ് GST കോമ്പൻസേഷനാണ്. GST നഷ്ടപരിഹാരം നിർത്തിയത്. 2 നെറ്റ് ബോറോയിങ്ങിൻ്റെ മുകളിലുള്ള സീലിംഗ് ആണ്. മൂന്നാമത്തത് ഈ പറയുന്ന ചേഞ്ചസ് ഇൻ ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സ് ആണ്. ഈ 3 കാര്യം നമുക്കറിയാം. അതായത് GST കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നില്ല, 5 വർഷത്തേക്ക് വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നു. 2017 GST രൂപീകരിക്കുന്ന സമയത്ത് GST കൗൺസിൽ, ഞാൻ മുഴുവൻ പറയട്ടെ, സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുന്ന GST കൗൺസിലാണ് തീരുമാനിച്ചത് 2015-16 വർഷത്തിന്റെ ബേസ് ടാക്സേഷൻ എത്രയാന്ന് വെച്ചാൽ അതിന്റെ 14% ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് അധിക വരുമാനമായി കിട്ടും. അങ്ങനെ അധിക വരുമാനം കിട്ടാത്ത വർഷങ്ങളിൽ ആ വരുമാനം, ആ കുറവ് വരുന്ന വരുമാനം 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ തരും. 5 വർഷത്തിനുള്ളിൽ ബദൽ
ധനാഗമന മാർഗ്ഗങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു. ഇത് 2022 വരെ കേന്ദ്രം നടത്തി. ഈ പറയുന്ന കോവിഡ് പ്രതിസന്ധിയുടെ സമയത്ത് പോലും ഈ പറയുന്ന GST കോമ്പൻസേഷൻ നിർത്തലാക്കുകയല്ല ചെയ്തത്, കടമെടുത്തിട്ട് പോലും കേന്ദ്രം കൊടുത്തിരുന്നു. 2022 ആയപ്പോഴേക്കും മറ്റ് സംസ്ഥാനങ്ങൾ ധനാഗമന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി. കേരളം ഇപ്പോഴും GST കോമ്പൻസേഷൻ 2022 നിർത്തി എന്നതിൽ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഈ പറയുന്ന നെറ്റ് ബോറോയിങ് സീലിംഗ് ആണ്. കടമെടുക്കൽ പരിധിയിൽ കേന്ദ്രം വരുത്തിയിട്ടുള്ളതാണ്. ഇത് കേന്ദ്രം വരുത്തിയിട്ടുള്ളതല്ല, ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 പ്രകാരമുള്ള സ്റ്റിപ്പുലേഷനാണ്. ആ സ്റ്റിപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിലാണ് മൊത്തം GSDPയുടെ 3% മാത്രമേ പലിശ കടമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. കേരളത്തിൽ കടമെടുക്കൽ പരിധി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, 3.5% കൂട്ടിക്കൊടുത്തു. പിന്നീട് ക്രമേണ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സമയത്തും കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങൾ കടമെടുത്ത് കൂട്ടിയാൽ ആ പറയുന്ന പ്രതിസന്ധിക്ക് അവസാനം കേന്ദ്രത്തിന്റെ ഉത്തരവാദിയാവും, കേന്ദ്രം തിരിച്ചടക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ റെഗുലേഷൻ ഉള്ളത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടി ഞാൻ പറഞ്ഞു തീർക്കാം. അതായത് ഫിനാൻസ് കമ്മീഷന്റെ ഈ പറയുന്ന ട്രാൻസ്ഫേഴ്സിലുള്ള വ്യതിയാനങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഫിനാൻസ് കമ്മീഷനുകളെക്കാൾ കൂടുതലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഫിനാൻസ് കമ്മീഷനുകളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാനത്തിന് കിട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് ഈ പറയുന്ന ഡിവിസിബിൾ പൂളിൽ തന്നെ വ്യത്യാസം ഉണ്ടായി. ഈ പറയുന്ന 13ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 2014 മുൻപേ ഉള്ള 13ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഈ പറയുന്ന മൊത്തം നികുതിയുടെ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത് കേവലം 31% മാത്രമായിരുന്നു. അത് മാത്രമേ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലമായപ്പോഴേക്കും അത് 42% വർദ്ധിച്ചു. മൊത്തം നികുതി വരുമാനത്തിന് 42% സംസ്ഥാനങ്ങൾക്ക് വിധിച്ചു കൊടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 13ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 2.4% കേരളത്തിന് കിട്ടിയിരുന്നെങ്കിൽ 16ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് അത് 2.8% വരുമാനം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ടാക്സ് ഡെവല്യൂഷൻ വഴി UPA സർക്കാരിന്റെ കാലത്ത് 46,000 കോടിയും ഗ്രാൻഡ് എയ്ഡ് വഴി 25,630 കോടിയും ആകെ കൂട്ടിയിട്ട് ആകെ 72,000 കോടിയാണ് ആ 10 വർഷം കൊണ്ട് കിട്ടിയതെങ്കിൽ 2014-2024 കാലഘട്ടത്തിൽ ടാക്സ് ഡെവല്യൂഷൻ വഴി മാത്രം 1,50,000 കോടിയും ഗ്രാൻഡ് എയ്ഡ് പ്രകാരം 1,56,000 കോടി അടക്കം ആകെ ടോട്ടൽ സെൻട്രൽ ട്രാൻസ്ഫർ 3.2 ലക്ഷം കോടിയാണ്. 72,000 കോടിയിൽ നിന്ന് 3.2 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചു പറഞ്ഞാൽ 2 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ടാക്സ് ഡെവല്യൂഷൻ 224% വർദ്ധിച്ചു, ഗ്രാൻഡ് എയ്ഡ് 458% വർദ്ധിച്ചു. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി രണ്ട് കണക്കുകൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. എന്നാൽ ഇത് കേന്ദ്രത്തെ പറയാതെ പോകാൻ കഴിയില്ലല്ലോ എന്നുള്ള കേരളത്തിന്റെ സാഹചര്യത്തിൽ ചിലത് പറഞ്ഞു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ധവളപത്രം അഡ്രസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്താണ്? കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ഫിസ്ക്കൽ ക്രൈസിസ് ആണ് എന്നുള്ളതാണ്. അത് ഭാവനാപൂർണമല്ലാത്ത നിരന്തരമായിട്ടുള്ള സർക്കാരുകളുടെ ഇടപെടൽ കൊണ്ട് സംഭവിച്ചിട്ടുള്ള എന്നുള്ളതാണ്. അത് സ്വീകരിക്കേണ്ടതാണെന്നുള്ളതാണ്. ശരി, അതെങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ളത്. ശ്രീ ഗോപൻ ഇവിടെ സൂചിപ്പിച്ച വിഷയം ധനകാര്യ മിസ്മാനേജ്മെന്റിനെ കുറിച്ചാണ്, എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ചാണ്. മറ്റ് ഘടകങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ബജറ്റിനെ കുറിച്ച്, ഈ ബജറ്റിൽ ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച ബജറ്റിൽ തന്നെ 20,000 കോടിയുടെ ഷോർട്ട് ഫാൾ ആണുള്ളത്. അത് മുൻ ധനമന്ത്രി സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുന്ന പണത്തെയും അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിനെയും കൂട്ടിക്കണ്ടു, അല്ലെങ്കിൽ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത്, പക്ഷെ കിട്ടിയില്ല, നിലവിലില്ല. അപ്പോൾ ഇല്ലാത്ത പണത്തിന്മേൽ ഉണ്ടാക്കിയ ബജറ്റാണ്. പദ്ധതിയിൽ 20,000 കോടിയുടെ കുറവ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതാണ്. കിഫ്ബിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കിഫ്ബിക്ക് 21,000 കോടിയുടെ ബാധ്യതയുണ്ട്. കിഫ്ബി വഴി ചെയ്തിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുണ്ട്. കിഫ്ബിയെ കുറിച്ച് ചില ഭാഗങ്ങളിൽ അഭിനന്ദനപരമായും സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഉള്ള പ്രശ്നം ബാലൻസ് ഇല്ലായ്മയാണ്. 3 ജില്ലകൾ പകുതി പദ്ധതികൾക്ക് എന്താ പറയുക കാരണക്കാരാവുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ 20% പദ്ധതികളുള്ളപ്പോൾ താങ്കളുടെ ജില്ലയിൽ അത് 4% താഴെയാണ്, 3% ചില്ലറയാണ്. അപ്പോൾ ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ബാലൻസ് പാലിക്കപ്പെടാത്തത് എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് മിസ്മാനേജ്മെന്റിന്റെ ഒരു പുസ്തകമായിട്ടാണ്, 10 കൊല്ലത്തെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ പുസ്തകമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശരി അഭിലാഷ്, രണ്ടുപേരുടെ പ്രതികരണങ്ങളും അങ്ങയുടെ ചോദ്യവും ഉണ്ട്. അതിൽ അങ്ങ് ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഈ ബഡ്ജറ്റ്, ഈ ധവളപത്രത്തിൻ്റെ വരികളിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കണം. ആ ധവളപത്രത്തിൻ്റെ 99ാമത്തെ പേജിൽ, മലയാളം വെർഷൻ 99ാമത്തെ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫ്, ഭരണഘടനാപരമായ ചട്ടക്കൂട് പ്രകാരം കേന്ദ്ര നികുതികളുടെ ഒരു നിശ്ചിത പങ്ക് വിഭജിക്കാവുന്ന പൂളിലൂടെ, ഡിവിസിബിൾ പൂൾ, സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ദശാബ്ദത്തിൽ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാൻ ലഭ്യമായ തുകയുടെ യഥാർത്ഥ വിഹിതം ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് ഒരു തൂവൽ സ്പർശമാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ആകെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ ശംഭുദാസിൻ്റെ വിശദീകരണം വന്നു. സാധാരണ ഇടതുപക്ഷം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. UDF കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഡീല് ആര് തമ്മിലെന്നുള്ളത്
ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. കാരണം പേഴ്സണൽ സെക്രട്ടറി BJP, പ്രസ് സെക്രട്ടറി BJP, അഡ്വക്കേറ്റ് ജനറൽ BJP, ആരുടെ? കേരള മുഖ്യമന്ത്രിയുടെ. അപ്പോൾ ഇത് മൂന്നും ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് BJPക്ക് കൊടുക്കുകയും വന്ദേമാതരം ഗവർണറുടെ ആവശ്യമനുസരിച്ച് ചൊല്ലുകയും ഗവർണറുടെ അഡ്വൈസറായിരുന്ന ആളെ പിടിച്ചിട്ട്, അതായത് ഈ കേരളത്തിലെ VC-മാർ ഏത് BJPക്കാർ വേണോ തീരുമാനിച്ച് അഡ്വൈസറെ പിടിച്ച് സംസ്ഥാന ഗവൺമെൻറ് അഡ്വക്കേറ്റ് ജനറലായിട്ട് വെച്ച് ഡീല് പൂർണ്ണമായതിൽ, അത് വെളിപ്പെട്ടതിലുള്ള സന്തോഷം ആദ്യമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദം സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് എന്ന് പറയാതെ ഇവിടെ പറഞ്ഞു. അത് നോക്കിയേ, അതിനുപയോഗിച്ച മലയാളത്തിലെ വാക്കുകൾ നോക്കിയേ. കഴിഞ്ഞ ദശാബ്ദത്തിൽ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാൻ ലഭ്യമായ തുകയുടെ യഥാർത്ഥ വിഹിതം ചുരുങ്ങിയിരിക്കുകയാണ്. അത് നിഷേധിച്ചു എന്ന വാക്കല്ല പറഞ്ഞിരിക്കുന്നത്, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വേർഡ്സാണ് ഈ വൈറ്റ് പേപ്പറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ധവളപത്രം ഇറക്കുന്നതിനൊന്നും ഞങ്ങൾക്കൊരു തടസ്സമില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ മിസ്മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇവരിവിടെ പറയാൻ പരിശ്രമിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? 2-3 കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ എടുക്കുന്നുള്ളൂ. ഒന്ന്, ഈ കടത്തിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് വിവരാവകാശം അനുസരിച്ച് തന്നെ കൊടുത്ത രേഖയിലാണ് കേരളത്തിൻ്റെ കടം ഏറ്റവും അവസാനത്തെ മാർച്ച് മാസത്തിലെ മാർച്ച് 31 ശേഷമുള്ള ഡേറ്റ് എടുത്തപ്പോഴാണ്, അതിൽ വിവരാവകാശ രേഖയ്ക്ക് അനുസരിച്ച് എടുത്തപ്പോഴാണ് 6 ലക്ഷം കോടി എന്ന് പ്രസംഗിച്ച് നടന്നവർ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ട് 5.2 ലക്ഷം കോടിയായിട്ട് എത്തിയത്. ഇപ്പം ധവളപത്രത്തിൽ അതവർക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഈ മൂലധന ചെലവ്, റവന്യൂ ചെലവ്, ഇതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ ശമ്പളത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പൈസ മൊത്തം മാറ്റിവെക്കുന്നത്. കേരളത്തിലെ വരുമാനം എന്ന് പറഞ്ഞാൽ ഷാപ്പിൽ നിന്നും മറ്റുമാണ് എന്നൊരാക്ഷേപം പണ്ട് മുതലേ കിടപ്പുണ്ട്. ഈ ശമ്പളത്തിന് വേണ്ടിയാണ് വരുമാനമെന്ന് സ്ഥാപിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഒരു അപകടം വരാൻ പോവുകയാണ്. അതായത് 10 വർഷത്തിലൊരിക്കലായിട്ട് ശമ്പള പരിഷ്കരണം മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ഇടതുപക്ഷ ചേരിയിൽ വോട്ട് ചെയ്യാൻ ബാധ്യതപ്പെട്ട കുറച്ച് ജീവനക്കാരെങ്കിലും UDF ഇപ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല നമസ്കാരം ഞാൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന നല്ലതാണ്. അവർ ഈ വൈറ്റ് പേപ്പർ ഒന്ന് വായിക്കുന്ന നല്ലതാണ്. വരുന്ന 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇനി ശമ്പള പരിഷ്കരണം എന്ന് വരാൻ പോകുന്നതും. ഈ 42% റവന്യൂ, നമ്മുടെ ഈ ശമ്പളത്തിൻ്റെ ചെലവ് എന്ന് വരുമ്പോൾ മൂലധന ചെലവുണ്ട്, റവന്യൂ ചെലവുണ്ട്. ഞങ്ങൾ അതിനെ കാണുന്നത് മൂലധന ചെലവ് ഭൗതിക അടിത്തറ വികസിപ്പിക്കാനും ഈ റവന്യൂ ചെലവെന്ന് പറഞ്ഞാൽ മാനവിക വികസനത്തിന് വേണ്ടിയാണ്. സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ കിട്ടുന്ന, അല്ലെങ്കിൽ സ്കീം വർക്കേഴ്സിൻ്റെ കയ്യിൽ കിട്ടുന്ന, അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ കിട്ടുന്ന ഈ വേതനം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് കാലത്ത് പറയും പത്മനാഭൻ്റെ 10 ചക്രമെന്ന്. ഈ വേതനം എങ്ങോട്ടാണ് പോകുന്നത്? മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് അതുകൊണ്ടാണല്ലോ ഈ പൈസയ്ക്ക്, തുകയ്ക്ക്, നമ്മുടെ കാശിന് നമ്മൾ ചക്രം എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇതിങ്ങനെ സർക്കിൾ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ കമ്പോളത്തിലേക്കാണ് വിനിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഭൗതിക അടിത്തറ വികസിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കിഫ്ബിയെ. എന്തുകൊണ്ടാണ്? ഒരു കാര്യം ഞാൻ പറയട്ടെ ശ്രീ അഭിലാഷേ, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. 50 പൈസ ഈ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ, റിസർവ് ബാങ്കിൻ്റെ അനുമതിയില്ലാതെ കടമെടുക്കാൻ പറ്റുമോ? അപ്പോൾ കടത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് പോയി കടമെടുത്തിട്ടില്ല എന്നുള്ളത് സമ്മതിച്ചേ, ഒരു പൈസ പോലും കടമെടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് സംസ്ഥാനത്ത് വികസനം വൻതോതിൽ കേന്ദ്ര സർക്കാർ, പണ്ട് UPA അധികാരത്തിയിരിക്കുമ്പോൾ ഇവിടുന്ന് 5-6 മന്ത്രിമാരുള്ളപ്പോഴും ഇപ്പോൾ 19 MP-മാരുള്ളപ്പോഴും ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ കേരളത്തിന് ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ തന്നിട്ടില്ല. അത് UDF-ന് പറയാം, പിന്നെ BJP-ക്കും പറയാം, നമുക്കും പറയാം. നിങ്ങൾ നോക്കിക്കോ, UPA-യുടെ കാലത്ത് ഏത് പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിൽ കൊണ്ടുവന്നു? അതല്ലെങ്കിൽ BJP ഇരിക്കുന്നു, ഏത് സ്ഥാപനം കൊണ്ടുവരുന്നു? ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വൻകിട വികസനത്തിന് അവർ സഹായിക്കാതിരുന്ന ഘട്ടത്തിലാണ് നമ്മൾ ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബിയെ പ്രോത്സാഹിപ്പിച്ചത്. ശ്രീ അഭിലാഷേ, ഈ കിഫ്ബി നയം പാസ്സാക്കിയത്, നിയമം പാസ്സാക്കിയത് ബഹുമാന്യ സുഹൃത്ത് ശബരിനാഥിൻ്റെ പാർട്ടിയും LDF-ഉം കൂടെ ഒരുമിച്ചാണ് ഇന്നത്തെ കിഫ്ബിയുടെ നിയമം അസംബ്ലിയിൽ പാസ്സാക്കിയിട്ടുള്ളത്. അതനുസരിച്ച് നമ്മൾ ബഡ്ജറ്റിന് പുറത്തുനിന്ന് കടമെടുക്കുമ്പോൾ ഒരു പൈസ നമുക്ക് ബാധ്യത വരുന്നില്ല. കാരണം 1 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനം കിഫ്ബി നടത്തുമ്പോൾ അത് സ്കൂളുകൾക്കാണ്, അത് ആശുപത്രികൾക്കാണ്, അത് റോഡുകൾക്കാണ്, അത് ആതുരാലയങ്ങൾക്കാണ്, അത് അംഗൻവാടികൾക്കാണ്, അത് നാട്ടിലെ പൊതുവായി റെയിൽവേ ഓവർബ്രിഡ്ജുകൾക്കാണ്. ഇപ്പൊ കേന്ദ്രം സഹായിക്കുന്നില്ല. റെയിൽവേ ഓവർബ്രിഡ്ജ് 114 റെയിൽവേ ഓവർബ്രിഡ്ജ് കേരളത്തിൽ നിർമ്മിച്ചു. 10 രൂപ കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടോ എന്ന് ശ്രീ ശംഭുദാസ് പറയട്ടെ. 10 രൂപ കേന്ദ്ര സഹായം. പണ്ട് കാലത്ത് 50% അവർ സഹായിക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല. അത് സംസ്ഥാന സർക്കാർ, ഭൂമി എടുക്കേണ്ട സംസ്ഥാന സർക്കാർ. ഇതെല്ലാം എന്നത്തേക്കുള്ളത് അഭിലാഷേ? വരുന്ന 10-20 വർഷക്കാലം വരുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ മുതൽ മുടക്കാണ്. ഈ സ്കൂളുകൾ പണിയുന്ന നഷ്ടമാണോ? ആശുപത്രി പണിയുന്ന നഷ്ടമാണോ? ഇനി ഈ കിഫ്ബിയുടെ തുക എങ്ങനെ തിരിച്ചടയ്ക്കുന്നത്? വളരെ കൃത്യമായ തിരിച്ചടവാണ്. അതായത് അതിനകത്ത് ഞാനോ നിങ്ങളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ ഓൺ ടൈം ടാക്സ് ആയിട്ട് വെഹിക്കിൾ ടാക്സ് കൊടുക്കാറുണ്ട്.
ആ വെഹിക്കിൾ ഉപയോഗിക്കുന്ന റോഡിലേക്കാണ്. അപ്പൊ റോഡ് നല്ലത് കൊടുക്കണം. അതിന്റെ 50% സൂമോട്ടോ ആയിട്ട് അങ്ങ് കിഫ്ബിയിലേക്ക് ചെന്നടയും. അതുകൊണ്ട് കിഫ്ബിക്ക് ബാധ്യതയില്ല. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ബഡ്ജറ്റിന് പുറത്ത്. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് ഈ കിഫ്ബിയെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്നു. കേരളത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്നു. പാവപ്പെട്ട മനുഷ്യർക്ക് മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ, ആ പെൻഷന് വേണ്ടി നമ്മളൊരു സെക്യൂരിറ്റി ഫണ്ട് ഉണ്ടാക്കി, പെൻഷൻ സെക്യൂരിറ്റി ഫണ്ട്. അതിനെയും കടത്തിന്റെ പരിധി കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്നിട്ടും കേന്ദ്രം അനുശാസിക്കുന്ന കടത്തിന്റെ പരിധി വിട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പൊ ഇവര് 10 വർഷം ഈ വൻകിട വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപോലെ നടന്നപ്പോ ഇവർ ഗവൺമെന്റിനെ കൈകാര്യം ചെയ്യാനും കുറ്റപ്പെടുത്താനും വേണ്ടി ഇവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് പെരുമാറി. അതിൽ ഇപ്പോ ശംഭുദാസ് പറയുന്നത് എന്താ, ഞങ്ങൾ എന്തോ തരാനുണ്ടെന്നാ. സർ, SSK ഫണ്ട് എത്ര തരാനുള്ളത്? 1700 കോടി രൂപ SSKയുടെ ഫണ്ട് കൊടുക്കാനുണ്ട്. നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന, സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന ആ ഫണ്ട് തരണമെങ്കിൽ PMC ഒപ്പിടണമെന്നാണ് നിങ്ങൾ പറഞ്ഞേ. അല്ലാതെ പറഞ്ഞു തരട്ടെ ഞാൻ, അവർ രണ്ടുപേര് പറഞ്ഞല്ലോ 1700 കോടി രൂപ SSKക്ക് തരാനുണ്ട്. UGC ശമ്പളത്തിന്റെ ഗഡു തരാനുണ്ട്. UGC നമ്മുടെ സർക്കാർ കോളേജ് അധ്യാപകർക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന ശമ്പളത്തിന്റെ ഗഡു തരാനുണ്ട്. NHM നാഷണൽ ഹെൽത്ത് മിഷനിലെ സാധാരണ നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകരുടെയും ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക തരാനുണ്ട്. നമ്മുടെ സ്കീം വർക്കേഴ്സ്, എന്തുകൊണ്ടാണ് സ്കീം വർക്കേഴ്സിന്റെ തുക നിങ്ങൾ വർദ്ധിപ്പിക്കാത്തത്? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് സ്കീം വർക്കേഴ്സ്, ആശ ആയിക്കോട്ടെ, അംഗൻവാടി ആയിക്കോട്ടെ, ആരോഗ്യ പ്രവർത്തകരായിക്കോട്ടെ, നിങ്ങൾ കൂട്ടാത്തത് എന്താ? ഈ പാവപ്പെട്ട മനുഷ്യർ. എന്നിട്ടോ 2 കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടതുണ്ട്. ഇവര് ശ്രീ അഭിലാഷ് അത് ചോദിച്ചു, പക്ഷേ ശബരിനാഥ് അതിൽ നിന്ന് നന്നായിട്ട് വഴുതി മാറിയിട്ടുണ്ട്. അതായത് KSEB അതുപോലെ KSRTC തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാടാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ 5 വർഷമോ അതിനു മുമ്പുള്ള 5 വർഷമോ ഇവിടെ UDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ വേറെ ആരുടെയും തെളിവ് വേണ്ട, അതിന് സാക്ഷ്യപത്രം അല്ല പറഞ്ഞോട്ടെ, സാക്ഷ്യപത്രം ആര്യാട മുഹമ്മദിന്റെ ഉൾപ്പെടെയുള്ള പഴയ പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. KSRTC ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, KSEB ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് KSEB സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള സൂചന ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുവഴി സ്വകാര്യ വ്യക്തികളായിരിക്കും. ഇപ്പൊ പെട്രോളിന്റെ ഡീസലിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം കോൺഗ്രസിന്റെ ഭരണകാലത്ത് കമ്പനികൾക്ക് വിട്ടുകൊടുത്തതുപോലെ BJP അത് ശക്തമായി നീങ്ങിയതുപോലെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്താൽ നിങ്ങൾ എങ്ങനെ കേരളത്തിലെ മുഴുവൻ വീടുകളും വൈദ്യുതീകരിച്ച വീടുകളാണ്? KSEB ബിൽ എവിടെ പോയി നിൽക്കും? KSRTC ഇവർ പറഞ്ഞ വോട്ട് പിടിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞതാണല്ലോ ഈ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ KSRTC സ്വകാര്യവൽക്കരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇവർ പറയുന്നത് ഉപഭോഗാധിഷ്ഠിതമുണ്ട്, അതുപോലെ ഉൽപാദനാധിഷ്ഠിതമുണ്ട്. ഞങ്ങൾ പറയുന്നത് ഉൽപാദനാധിഷ്ഠിതമായിട്ട് വരുന്ന കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രൈവറ്റൈസേഷനും അനുവദിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് പുതിയ ഡെപ്പോസിറ്റ് കൊണ്ടുവരട്ടെ. പുതിയ ഡെപ്പോസിറ്റ് ഇപ്പൊ സ്വകാര്യ മേഖല ഇവിടെ ഒരു പുതിയ സ്ഥാപനം കൊണ്ടുവരുന്നു, സ്വാഗതാർഹമാണ്. പക്ഷെ ആ പുതിയ സ്ഥാപനം വരണമെങ്കിലും അവർക്ക് നല്ല റോഡ് കൊടുക്കണം, അവർക്ക് നല്ല ജലഗതാഗതം കൊടുക്കണം, അവർക്ക് നല്ല ഫ്ലൈയിങ് സൗകര്യം കൊടുക്കണം. ഇതിനാണ് കിഫ്ബി നമ്മൾ പ്രയോജനപ്പെടുത്തിയത്. അതുകൊണ്ടാണ് രാജീവ് വിളിച്ചുകൂട്ടിയ അല്ലെങ്കിൽ പിണറായി വിജയൻ വിളിച്ചുകൂട്ടിയ നിക്ഷേപത്തിൽ ആളുകൾ വരാൻ തയ്യാറായതും കേരളത്തിലെ മുഴുവൻ വൻകിട കമ്പനിക്കാരും കേരളത്തിൽ വ്യവസായം നടത്തുന്നതിന് സന്നദ്ധമാണെന്ന് പറയാൻ കാരണം അതാണ്. ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് 10 വർഷക്കാലം കേരളത്തെ കടത്തി മുടിച്ചു, അല്ല പറയട്ടെ, കടത്തി മുടിച്ചു. 62 ലക്ഷം പേര് ഒരാൾക്ക് പെൻഷൻ കൊടുക്കാതെ ഇറങ്ങിപ്പോയോ? ഞങ്ങൾ ഒരാൾക്ക് പെൻഷൻ കൊടുക്കാതെ ഇറങ്ങിപ്പോയോ? ഒരാൾക്ക് ശമ്പളം കൊടുക്കാതെ ഇറങ്ങിപ്പോയോ? ഒരു റോഡ് ചെയ്യാതെ ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? എല്ലാ MLA മാർക്കും കിഫ്ബിയുടെ 7 കോടി വീതം ഈ അടുത്ത സമയത്ത് കൊടുത്തു. ഇതെല്ലാം നടന്നതിന്റെ പേരില്ല, നടത്താനാണ് പൈസ. അല്ലാതെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും കണക്ക് പറഞ്ഞു. അവർ കോവിഡ് കാലത്ത് മനുഷ്യനെ പരിഗണിച്ചില്ല, അവർ മറ്റ് ദുരിതകാലത്ത് അവരെ പരിഗണിച്ചില്ല. ഇനി ഒരു കാര്യത്തിന് ഉത്തരം ശ്രീ ശംഭുദാസ് പറയുമ്പോൾ പറയണം, കേരളത്തിന്റെ കടം 35%. അങ്ങ് ചോദിക്കണം കേന്ദ്ര ഗവൺമെന്റിന്റെ GDP അനുപാതത്തിലുള്ള കടം എത്രയാണെന്ന് ചോദിക്കണം. ചോദ്യമാണ് തീർച്ചയായിട്ടും. ശരി, ശ്രീ ശബരി, ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഇതിനെ എങ്ങനെ നേരിടാൻ പോകുന്നു? ധനസ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞു. ധനസ്ഥിതി ഇതായതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല സർക്കാരിനെ സംബന്ധിച്ച്. സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പൊ കിഫ്ബിയുടെ കാര്യം, 1 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന നടപ്പാക്കുന്നത്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളുടെ ഈ സന്തുലിതത്വമില്ലായ്മ ഈ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 21,000 കോടിയുടെ കടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ കിഫ്ബി രൂപം കൊണ്ടുള്ള സമയത്തെ സാഹചര്യമല്ല ഇപ്പോൾ. ഓഫ് ബജറ്റ് ബോറോവിംഗ് എന്ന് പറയുന്നത് കിഫ്ബി വഴിയാണ് നടത്തുന്നത്. പക്ഷേ അതും കടത്തിന്റെ പരിധിയിൽ വരുത്തിയതോടുകൂടി പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥാപനം വഴി ഓഫ് ബജറ്റ് ബോറോവിംഗ് നടത്തിയിട്ട് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം നടത്തണോ എന്ന ചോദ്യം പ്രസക്തമാണ്. കിഫ്ബി നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഇനി എന്താണ് പദ്ധതി? നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ അവസ്ഥ എന്താണ്?
ഇതിലൊക്കെ എന്താണ് ഉത്തരം? ആദ്യമേ തന്നെ അഭിലാഷ് ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഞാൻ അതിലേക്ക് തിരികെ വരാം, അവസാനം വരാം. ഇത് ശ്രീ ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ഈ ആളുകളുടെ കണക്കും ഫോണും ഡേറ്റയൊക്കെ ഉണ്ട്. ഇത് പറയുമ്പോൾ വീണ്ടും ഈ പഴയ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ ജനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം, താങ്കൾ പറഞ്ഞു ശ്രീപത്മനാഭൻ്റെ ചക്രം, പൈസ, പണം, ചക്രം, റിവോൾവിംഗ് ആണ്, ഫണ്ട് എല്ലാം കറക്റ്റാണ്. നിങ്ങൾ ആളുകളിലേക്ക് പണം കൊടുത്തത് ഈ ചക്രം കറങ്ങി ജനങ്ങൾ മാർക്കറ്റിലേക്ക് പണം ഒഴുക്കാൻ വേണ്ടിയാണ്. എന്താ ഇവിടെ DA അരിയർ 21,000 രൂപ ഇവിടെ സർക്കാർ ജീവനക്കാർ കൊടുക്കാതിരുന്നപ്പോൾ ആ ചക്രം ഉരുണ്ടില്ലേ? ഇവിടെ 14,000 കോടി രൂപ ഇവിടെ DR അരിയർ പെൻഷൻകാർ കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചക്രം ഉരുട്ടുണ്ടായിരുന്നു. ഇവിടെ സപ്ലൈകോയിൽ ഏകദേശം 2,800 കോടി രൂപ കൊടുക്കാതിരുന്നപ്പോൾ ഇവിടെ ചക്രം എങ്ങനെ ഉരുണ്ടത്? പാവപ്പെട്ട SC ST കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അരിയർ ഏകദേശം 400 കോടി രൂപ കൊടുക്കാതിരുന്നപ്പോൾ ആ കുട്ടികൾ എങ്ങനെ പഠിച്ചു നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടെ പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്തുകൾ 1982 കോടി രൂപയുടെ ബില്ല് മാറാനുണ്ട്. ഇവിടെ കാസ്പിൽ ഹെൽത്ത് കീവിൽ 2,000 കോടി രൂപയുടെ ബില്ല് മാറാനുണ്ട്. ആ ചക്രമൊന്നും കൊടുക്കാതെ സാധാരണമായ ആളുകളൊക്കെ, നിങ്ങളുടെ ഉദ്യോഗസ്ഥരടക്കം ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവർ UDF വോട്ട് ചെയ്തത്. ഒരു കാര്യം പറയുകയാണ്, 48,000 കോടി രൂപയുടെ പണം താങ്കളുടെ ഭാഷയിൽ ചക്രം കൊടുക്കാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഓണർ ചെയ്ത് പണം കൊടുക്കുമെന്ന് UDF പറയുകയാണ് ഒന്ന്. രണ്ടാമത്തേത്, അങ്ങ് പറഞ്ഞു കേട്ടാത്തൊന്നും ഈ കിഫ്ബി വരുന്നവരെ ഈ നാട്ടിൽ സ്കൂളില്ലായിരുന്നു, ഈ നാട്ടിൽ റോഡില്ലായിരുന്നു, ഈ നാട്ടിൽ അംഗൻവാടി ഇല്ലായിരുന്നു, ഈ നാട്ടിൽ പ്രൈവറ്റ് പബ്ലിക് കോളേജിൽ അങ്ങൊന്നും സ്കൂളിലും കോളേജിലും പഠിക്കാനോ ഇവിടെ എത്തിയത്? ഇവിടെ സ്കൂളും റോഡും പഞ്ചായത്തും കിണറും അംഗൻവാടിയും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UDFൻ്റെ സമയത്തും പണ്ട് പ്ലാൻ അധിഷ്ഠിതമായിരുന്നു. നിങ്ങൾ പ്ലാനിൽ നിന്ന് മാറി കിഫ്ബി എന്നൊരു പുതിയ എൻറ്റിറ്റി കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കിഫ്ബിയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ അഭിലാഷെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 25,000 കോടി രൂപയുടെ വർക്കാണ് അപ്രൂവായി പണം കൊടുത്തത്. 10 വർഷം കൊണ്ട് 2,500 കോടി എന്ന് പറയുമ്പോൾ ഒരു വർഷം 25,000 കോടി എന്ന് പറയുമ്പോൾ ഒരു വർഷം കൊണ്ട് 2,000 കോടി രൂപയുടെ വർക്കാണ് നടന്നിട്ടുള്ളത്. അത് പണ്ട് പ്ലാനിൽ നടക്കുമായിരുന്നു. പണ്ട് പ്ലാനിൽ MLA ഫണ്ടിൽ സ്കൂൾ കിട്ടത്തില്ലായിരുന്നു. പണ്ട് പ്ലാനിൽ NHM ഫണ്ടിൽ അല്ലെങ്കിൽ നോൺ പ്ലാൻ ഫണ്ടിൽ ആശുപത്രി ബിൽഡിംഗ് വരത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കിഫ്ബിയിൽ കൊണ്ടുവന്ന് ഒരു ഫോക്കസ് ആ മേഖല നടത്തി അതിനെ പാക്കേജ് ചെയ്തു. അത് നല്ല കാര്യമാണ്, പാക്കേജ് ചെയ്ത് നല്ല കാര്യമാണ് ഞാൻ പറയുന്നു. ഇനി കിഫ്ബിയുടെ പ്രശ്നം എന്താണ്? ഈ കിഫ്ബി നയം കൊണ്ടുവന്നപ്പോൾ അന്ന് നിയമസഭയിൽ ഞാനന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളാണ്. ഇത് ഓഫ് ബഡ്ജറ്റ് ബാറോയിങ്ങിൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതൊക്കെ നമ്മൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. അവസാനം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലേക്ക് വന്നു. ഈ കിഫ്ബിയുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് എന്താണ്? ഈ നാട്ടിൽ 6%, 6.5% മറ്റ് സംസ്ഥാനങ്ങൾ ലോൺ എടുക്കുമ്പോൾ പ്രൈവറ്റൈസേഷനെ എതിർക്കുന്ന ഗോവന്റെ പാർട്ടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചതാണ്. 1,700 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി, ഓർമ്മയുണ്ടോ? മസാല ബോണ്ട് എടുത്തപ്പം 2,200 കോടിയായിട്ടാണ് തിരിച്ചു കൊടുത്തത്. 500 കോടി രൂപ വെറുതെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ബ്രോക്കേഴ്സിന് നിങ്ങൾ കൊടുത്തു. അങ്ങനെ നാട്ടിൽ 1,700 കോടി എടുത്തായിരുന്നെങ്കിൽ 1,850 കോടി രൂപ, 150 കോടി പലിശ കൊടുക്കേണ്ട സാഹചര്യത്തിന് പകരം 500 കോടി രൂപ മസാല ബോണ്ടിന് പലിശ കൊടുത്ത് 2,200 കോടി രൂപയാക്കി തിരിച്ചു കൊടുത്ത് പ്രൈവറ്റൈസ് ചെയ്ത ആളുകൾ പറയുകയാണ് പ്രൈവറ്റൈസേഷൻ പറ്റത്തില്ല. പിന്നെ വീണ്ടും താങ്കൾ KSRTC കുറിച്ച് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, KSRTCയിൽ ഇപ്പോൾ സ്വിഫ്റ്റ് നടക്കുന്നത് പ്രൈവറ്റൈസേഷൻ മോഡലിലല്ലേ? പബ്ലിക് എന്ന് വെച്ചാൽ എന്താണ്? ഓടിക്കുന്ന ആളുകൾ സർക്കാരിൻ്റെ സ്ഥിരം ജീവനക്കാർ, വീണ്ടും പറഞ്ഞു കണ്ടക്ടർമാർ സർക്കാരിൻ്റെ ജീവനക്കാർ, KSRTC ബസ്സുകൾ ഓൺ ചെയ്യുന്നത് സർക്കാർ. അതാണ് പഴയ മോഡൽ. ഇപ്പോൾ സ്വിഫ്റ്റ് മോഡൽ എന്താണ്? ബസ് ലീസിന് എടുത്തിരിക്കുകയാണ് പ്രൈവറ്റ് ആളുകളുടെ നിന്ന്. ഓടിക്കുന്ന ആളുകൾ കോൺട്രാക്ട് ജീവനക്കാർ, ഡ്രൈവർ കണ്ടക്ടർമാർ കോൺട്രാക്ട് ജീവനക്കാർ. നിങ്ങൾ സുഹൃത്തെ KSRTCയെ സ്വിഫ്റ്റിൽ കൊണ്ടുവന്ന് സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞു. അതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കോസ്റ്റ് ഓവർ ഹെഡ് കുറയുന്നുണ്ട്. അത് നമ്മൾ തുടരുമായിരിക്കാം. നിങ്ങൾ ഇതിൽ പല കാര്യങ്ങളും ചെയ്ത് തുടങ്ങി വെച്ചതാണ്. അത് ഒരു നല്ല ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിക്ക് വേണ്ടി ചെയ്തത് ജനങ്ങളെ ബുദ്ധിമുട്ടി കഴിയുന്നുണ്ട്. ഇനി അഭിലാഷ് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത്. ഇന്ന് കിഫ്ബിയെ കുറിച്ചുള്ള നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കിഫ്ബിക്കകത്ത് പല ഓവർ ഹെഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാർ പരിശോധിക്കും. പക്ഷേ പ്രോജക്റ്റുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡോക്യുമെന്റ് പറയുന്ന ഒരു എസൻഷ്യൽ സ്പിരിറ്റിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, കിഫ്ബിയിലുള്ള പ്രോജക്റ്റുകൾക്ക് ഈ ഭരണമാറ്റം കാരണം തുടങ്ങി വെച്ച പ്രോജക്റ്റുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ഏതെങ്കിലും സ്കൂളുകൾ കമ്മിറ്റിയിട്ടുണ്ടെങ്കിൽ, കോളേജുകൾ കമ്മിറ്റിയിട്ടുണ്ടെങ്കിൽ, റോഡ് കമ്മിറ്റി അതൊക്കെ തന്നെ ചെയ്യും, സ്ഥലമെടുപ്പ് കമ്മിറ്റി അതൊക്കെ ചെയ്യും. പക്ഷെ അത് ചെയ്തു വരുമ്പോൾ അതിന്റെ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ കിഫ്ബിയുടെ പ്രശ്നമുണ്ട്. കിഫ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം സർക്കാരിനും സെക്രട്ടേറിയറ്റിനും ഹജൂർ കച്ചേരിക്കും വെളിയിൽ നിന്നുള്ള ഒരു എക്സ്ട്രാ ബോഡിയായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി നിന്നുകൊണ്ട് ഇഷ്ടമുള്ള ആളുകളെ എല്ലാം അവിടെ നിർത്തിക്കൊണ്ട് റിട്ടയർ ആയ ആളുകളെയും അല്ലാത്ത ആളുകളെയും കിഫ്ബിയിലെ ശമ്പളം ഒന്ന് അന്വേഷിച്ച് നോക്കണം.
ഇവിടെ പ്രൈവറ്റ് കമ്പനി, നിങ്ങൾ എതിർക്കുന്ന പ്രൈവറ്റ് കമ്പനി കിട്ടുന്നതിനേക്കാണ് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കിഫ്ബിയിൽ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ കിഫ്ബിയിലും KDISCിലും വർക്ക് ചെയ്യുകയാണ്. KDISC പോലത്തെ സ്ഥാപനം ഒരു വർഷം കൊടുക്കുന്ന ശമ്പളമില്ല കേട്ടാൽ ഞെട്ടിപ്പോവും. ആ ശമ്പളം നിങ്ങൾ ഒരു വർഷം KDISCിലെ ജീവനക്കാർക്ക് മാത്രം കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട SC/ST കുട്ടികളുടെ അരിയർ മാറ്റാൻ പറ്റും. കിഫ്ബിയിൽ വലിയ ആളുകൾ വാങ്ങിക്കുന്ന ശമ്പളം കൊണ്ട് ഈ പാവപ്പെട്ട നെല്ല് സംരംഭകരുടെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള തെറ്റുകൾ നമ്മൾ ഇല്ലാതാക്കും, നമ്മളതിനെ റിഫൈൻ ചെയ്യും എന്നുള്ളൊരു മോഡിലേക്കാണ് പോകുന്നത്. ഭാവിയിൽ ഒരു കാര്യം കൃത്യമായി പറയുകയാണ്, നമ്മൾ ചിലവ് എന്ന് പറയുമ്പോൾ ചിലവോടൊപ്പം വരവെന്നൊരു സാധനമുണ്ട്. ഈ കഴിഞ്ഞ സർക്കാർ 10 വർഷമായിട്ട് വരവിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കണം, അതിന് ടാക്സേഷൻ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇഫക്റ്റീവ് ആകണം, ടാക്സിന്റെ ഗ്യാപ്പുകൾ മാറ്റണം, പുതിയ സംരംഭങ്ങൾ വരണം, പ്രൈവറ്റ് സംരംഭങ്ങൾ വരണം, അതിൽ നിന്ന് കൂടുതൽ വരുമാനം വരണം, കൂടുതൽ ആൾക്ക് ജോലി വരണം. നമ്മൾ ഡിനോമിനേറ്റർ നോക്കി, കോസ്റ്റ് മാത്രം നോക്കി, ചെലവ് നോക്കിയല്ല പോകുന്നത്. എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കും, അതിനെങ്ങനെ കൂടുതൽ സ്ഥാപനങ്ങൾ, കൂടുതൽ സാധ്യതകൾ, ഈ പറയുന്ന ടൂറിസം, ഹെൽത്ത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കേരളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് പോകും. അത് സർക്കാരിനോടൊപ്പം സ്വകാര്യ മേഖലയ്ക്കും ചില മേഖലകളിൽ അതിന് പങ്കുണ്ട് എന്നുള്ള സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉടനെ നിയോ ലിബറൽ ആവുകയല്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ജോലി കിട്ടാൻ, നമ്മുടെ കുട്ടികൾക്ക് നാട്ടിൽ നിന്ന് ജോലി കിട്ടാൻ പഠിക്കുവാനുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. റവന്യൂ വരുമാനം കൂട്ടുവാനുള്ള ശ്രമമായിരിക്കും സർക്കാരിന്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, അതിൽ ശ്രീ ശങ്കുട്ടി ദാസ്, കേരളം ഒരു വെൽഫെയർ സ്റ്റേറ്റ് പോളിസി പിന്തുടരുന്ന സംസ്ഥാനമാണ്. അതിപ്പോൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ക്ഷേമത്തിൽ ഊന്നിയിട്ടുള്ള ചെലവുകൾ പലപ്പോഴും, അതുകൊണ്ട് തന്നെ നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചിത്രം വരാറുണ്ട്. എത്രമാത്രം ഉൽപാദനപരമാണ് ചെലവെന്ന ചോദ്യമൊക്കെ ഉയരാറുണ്ട്. വളരെ ഉയർന്ന ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിട്ടും അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഇല്ലാത്ത സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ പുതിയൊരു സർക്കാരാണ്, പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു പന്ഥാവുമാണെങ്കിൽ എത്രമാത്രം പിന്തുണ ആ സർക്കാരിന് കിട്ടും? ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ KSRTC പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് വന്നാൽ അതിനെ ലാഭകരമാക്കാൻ നോക്കിയാൽ അത് എതിർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ശമ്പള പരിഷ്കരണം കേന്ദ്ര മോഡലിൽ 10 വർഷത്തിൽ ഒരിക്കലാക്കാൻ ഉള്ള ഒരു നീക്കമുണ്ടായാൽ, അതുപോലെ തന്നെ പെൻഷൻ പ്രായം ഉയർത്തിയാൽ 55 വയസ്സ് എന്നുള്ളത് അല്ലെങ്കിൽ 56 വയസ്സ് എന്നുള്ളതിനേക്കാളും 60 വയസ്സ് വരെയൊക്കെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ പെൻഷൻ പ്രായം കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഉയർത്താൻ പറ്റുമോ? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് എത്രമാത്രം റിഫോം നടത്താൻ കഴിയുമെന്നുള്ളത് മൗലികമായ ഒരു പ്രശ്നമാണല്ലോ. അതിനപ്പുറത്തൊരു മൻമോഹൻ സിംഗ് ആവാൻ VD സതീശന് പറ്റുമോ? നോക്കൂ, അത്തരത്തിലുള്ള ബോൾഡായിട്ടുള്ള ധീരമായിട്ടുള്ള റിഫോംസ് നടത്തുക എന്നുള്ളത് സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനുള്ള മാൻഡേറ്റ് UDF സർക്കാരിനുണ്ട്. അത്തരത്തിലുള്ള വലിയ പരിഷ്കരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പരിഷ്കരണം നടത്തി കഴിഞ്ഞാൽ അതിൽ വിമർശനം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഈ സാമ്പത്തിക സ്ഥിതിയെ ഇതേപോലെ തന്നെ 5 വർഷം കൂടി എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ലോ. നോക്കി, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ധവളപത്രം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഈ ട്രഷറി എന്ന് പറയുന്ന സാധനം ഓരോ ദിവസവും പൂട്ടാൻ നിൽക്കുന്ന ഒരു സാധനമാണെന്നുള്ളതാണ്. അതായത് ട്രഷറിയിൽ വേണ്ട മിനിമം ബാലൻസ് എന്ന് പറയുന്നത് 1.66 കോടി രൂപയാണ്. ആ കോടിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടമെടുക്കുക ചെയ്യുന്നത്. അത് 3 ഉപാധികളിലൂടെ കടമെടുക്കുന്നുണ്ട്. ഒന്ന് RSFിലൂടെ, സ്പെഷ്യൽ റിലീസ് ഫണ്ടിൽ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അത് എന്താ പറയുക, റിപ്പോ റേറ്റിനെ കുറച്ചിട്ട് പിന്നെ 2% പലിശയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ട് മതിയാവാണ്ട് വന്നാൽ അതിന് 3262 കോടി രൂപയുടെ ലിമിറ്റ് ഉണ്ട്. അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന മീൻസ് ആൻഡ് എന്താണ് വേസ് വഴിക്ക് 2400 കോടി കൂടി എടുക്കാൻ പറ്റും. അത് റിപ്പോ റേറ്റ് പ്ലസ് വേസ് ആൻഡ് മീൻസ് പ്രകാരം. അത് റിപ്പോ റേറ്റ് പ്ലസ് 1% പലിശയ്ക്കാണ്. അതും മതിയാവാണ്ട് വരുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. അത് റിപ്പോ റേറ്റ് പ്ലസ് 2% ആണ്. സംസ്ഥാന സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? ഓരോ വട്ടവും ഈ പറയുന്ന ട്രഷറിയിലെ പൈസ മിനിമം ബാലൻസിലേക്ക് താഴേക്ക് പോകുന്ന സമയത്ത് റിസർവ് ബാങ്കിൽ നിന്ന് RSF എടുക്കുന്നു, 3200 കോടി രൂപയുടെ പണം എടുക്കുന്നു. അത് തികയാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വേസ് ആൻഡ് മീൻസ് പ്രകാരം വീണ്ടും പണം എടുക്കുക. ഈ പറയുന്ന റിപ്പോ റേറ്റ് പ്ലസ് 1% പലിശയ്ക്ക് കടമെടുക്കുകയാണ്. അതും മതിയാവാണ്ട് വരുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നു. ഇപ്പോൾ 2025 മാത്രം 262 തവണ ഈ പറയുന്ന വേസ് ആൻഡ് മീൻസ് പ്രകാരവും 85 തവണ ഓവർ ഡ്രാഫ്റ്റ് പ്രകാരവും പൈസ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഇത് കടബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെ ദിവസം ഇങ്ങനെ കടമെടുത്തുകൊണ്ട് ഈ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു ഘട്ടത്തിൽ ഇത് അവസാനം നിലയ്ക്കും. ട്രഷറി അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അന്ന് ഈ ആളുകളൊക്കെ തെരുവിലിറക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ ഭാവിയെ കരുതിയിട്ട് കുറച്ച് ബോൾഡായിട്ടുള്ള ധീരമായിട്ടുള്ള പരിഷ്കരണങ്ങൾക്ക് തയ്യാറാവണം. ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ, ഈ ധവളപത്രം തന്നെ പറയുന്നത് നോക്കൂ, നമ്മുടെ ലയബിലിറ്റികളുടെ സ്ഥിതി എന്താണ്? ഇപ്പം
ഗോപനൊക്കെ ന്യായീകരിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ തോന്നും സർവ്വസമ്പത്തും സമൃദ്ധിയുള്ള ഒരു ഖജനാവ് അങ്ങോട്ട് കയ്യിൽ ഏൽപ്പിച്ച് പോയിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് കോൺഗ്രസിനോടുള്ള ചോദ്യം, നിങ്ങൾ ഇപ്പോഴാണോ ഈ സാമ്പത്തിക സ്ഥിതിയെ പറ്റി മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുള്ളത്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ, ഭരണത്തിലേറി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നൊരു വാഗ്ദാനം നിങ്ങൾ നടത്തിയിരുന്നു. അതിൽ KSRTC സൗജന്യ യാത്ര എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ അവർക്ക് അലവൻസ് അനുവദിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. സംരംഭകരായിട്ടുള്ള യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത പലിശരഹിത വായ്പ എന്ന് പറയുന്ന ഓഫർ ഉണ്ടായിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ഈ പറയുന്ന ധവളപത്രം പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഡിയർനെസ് അലവൻസിന്റെ കുടിശ്ശിക മാത്രം ഏതാണ്ട് 21,000 കോടി രൂപ, ഡിയർനെസ് അലവൻസിന്റെ റിലീഫ് മാത്രം 14,000 കോടി രൂപ, കോൺട്രാക്ടർമാർക്ക് ബില്ല് പാസ്സാക്കാനും ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കടം മാത്രം 3,000 കോടി രൂപ, അങ്ങനെ സംസ്ഥാനത്തിന്റെ കുടിശ്ശിക മാത്രം 48,000 കോടി രൂപയാണ്. ഇത് ഒരു പ്രതിവർഷത്തെ കടമെടുക്കൽ പരിധിക്ക് മുകളിലാണ്. ഒരു വർഷം നമുക്ക് 48,000 കോടി രൂപ കടമെടുക്കാൻ പറ്റില്ല. അതിനേക്കാൾ വലിയ കുടിശ്ശിക ഇവിടെ നിൽക്കുകയാണ്. ഈ സംവിധാനം എങ്ങനെ റൺ ചെയ്യും? അപ്പോൾ ഇതിന് എന്താണ് ഫാർ സൈഡഡ് ആയിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പരിഹാരങ്ങൾ, സ്ട്രക്ചറലായിട്ടുള്ള റിഫോംസ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പറയുന്ന പോലെ പ്രൈവറ്റൈസേഷൻ ഒരു ഘട്ടത്തിൽ നടപ്പാക്കേണ്ടി വരും. ഇപ്പോൾ PSUs എന്ന് പറയുന്നത് വെള്ളാനകളാണ്, സംസ്ഥാനത്തിന് അധിക ബാധ്യത ഉണ്ടാക്കുകയാണ്, ഒരു വരുമാനം അത് സൃഷ്ടിക്കുന്നില്ല എന്നീ ധവളപത്രം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള വാട്ടർ അതോറിറ്റി പോലെ KSRTC പോലെ ആർക്ക് മോക്ഷം കിട്ടാനാണ് ഇതിങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ കാര്യം നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ളത് ആ മാൻഡേറ്റുള്ള സർക്കാരുകൾ ആലോചിക്കണം. അതേപോലെ തന്നെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കണം, ടാക്സേഷൻ കൂടുതൽ കാര്യക്ഷമമാക്കണം, അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം, ഫിനാൻഷ്യൽ കൺസോൾട്ടേഷൻ നടത്താനുള്ള ശ്രമം നടത്തണം. അങ്ങനെ ആധുനികമായിട്ടുള്ള ധനാഗമന മാർഗങ്ങളെ അവലംബിക്കാതെ ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. ശ്രീ ഗോപന് ഞാനൊരു കാര്യത്തിന് മറുപടി കൊടുക്കാണ്ട് പോകുന്നത് ശരിയല്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, റിസർവ് ബാങ്ക് അനുവദിക്കുന്ന കണക്കിൽ പ്രകാരമുള്ള കടം മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് അനുവദിക്കാത്ത കടമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് കിഫ്ബി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കിയത്. അതായത് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കൽ പരിധി 3% പിന്നീട് എക്സസീവ് ഘട്ടങ്ങളിൽ 0.5% കൂടി അനുവദിക്കാമെന്ന് പറയുന്ന പ്രൊവിഷന്റെ പരമാവധി കടമെടുത്തതിന് ശേഷം റിസർവ് ബാങ്കിൽ നിന്ന് RSFും എന്താണ് മീൻസ് ആൻഡ് വേസും അതേപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റും, അതായത് 2025 12 മാസത്തിലെ 10 മാസവും ഈ പറയുന്ന കടമെടുത്തുകൊണ്ടാണ് ഈ ട്രഷറി ഓടിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കടമെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കടമെടുക്കാൻ വേണ്ടി നിങ്ങൾ കിഫ്ബി എന്ന് പറയുന്നൊരു ഏജൻസിനെ തന്നെ ഉണ്ടാക്കി ആ ഏജൻസിനെ കൊണ്ട് കടമെടുപ്പിച്ചു. എന്നിട്ട് പറയാണ് അവരെടുക്കുന്ന കടം ഞങ്ങൾക്ക് ബാധകമല്ലാതെ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ബാധകമല്ലാത്ത? സ്റ്റേറ്റിന്റെ ഏജൻസി അല്ലേ കിഫ്ബി. കിഫ്ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ധനമന്ത്രിയല്ലേ, കിഫ്ബിയുടെ CEO എന്ന് പറയുന്നത് ഫിനാൻസ് സെക്രട്ടറി അല്ലേ. നിങ്ങൾ നേരിട്ട് പോയിട്ട് ഒരാളുടെ അടുത്ത് പണം മേടിക്കുന്നതിന് പകരം ഒരാളുടെ അടുത്ത് കത്തെഴുതി കൊടുത്തിട്ട് ഈ വരുന്ന ആൾ എൻ്റെ ആളാണ്, ഒരു 500 രൂപ കൊടുത്തു വിടുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മേടിച്ച കടം തന്നെയല്ലേ. അടിസ്ഥാനപരമായി ഈ കിഫ്ബി ഉണ്ടാക്കി വെച്ചിട്ടുള്ള 21,000 കോടി രൂപയും സംസ്ഥാനത്തിന്റെ കടത്തിലേക്കാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതാണ് എന്താണ് CNG റിപ്പോർട്ടിൽ പറയുന്നത്, കിഫ്ബി എടുത്തുള്ള കടം സംസ്ഥാനത്തിന്റെ കടം തന്നെയാണ്. അപ്പൊ റിസർവ് ബാങ്കിനെ വെട്ടിക്കാൻ, രാജ്യത്തെ നിയമങ്ങളെ വെട്ടിക്കാൻ, അനധികൃതമായിട്ട് കടം വാങ്ങി കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സങ്കേതമാണ് കിഫ്ബി. ആ കിഫ്ബിയാണെന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതിയാണ്. ശരി, ശങ്കുദാ ക്ഷമിക്കണം, എനിക്ക് അവസാന സമയം തരത്തില്ലെന്നുള്ള അഭിലാഷിന്റെ സ്ഥിരം രീതി. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതുകൊണ്ട് അഭിലാഷ് സമയം തരത്തില്ല എനിക്ക്. അല്ല, അഭിലാഷിന്റെ ശീലം എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ പലപ്പോഴും നിങ്ങളുടെ ചർച്ച വരാത്തത്. ഗോപൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രഷറി പൂട്ടിയിട്ടില്ല, ശമ്പളമോ പെൻഷനോ ഒന്നും മുടങ്ങിയിട്ടില്ല ഇത്രയും കാലം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ധവളപത്രത്തിൽ പറയുന്നത് പോലെ 200-ലധികം ദിവസങ്ങൾ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്താണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ 2 വർഷവും 60-ലധികം ദിവസങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു. ഇതെല്ലാ കാലവും ഇങ്ങനെ കിട്ടുണ്ണി സർക്കസ് കളിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലും പോയി നിൽക്കില്ലേ, ഇടിച്ച് നിൽക്കില്ലേ? അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊന്ന് ബാലൻസ് ചെയ്യേണ്ടി വരും. വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ കേരളം എന്നുള്ള സംസ്ഥാനത്തെ ആയിട്ട് നമ്മൾ എടുത്താൽ മതി, ആര് ഭരിക്കുന്നു എന്നുള്ളത് വിട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ റീസ്ട്രക്ചർ ചെയ്യലും പുതിയ വരുമാനം തേടലും ഒക്കെ വേണ്ടി വരില്ലേ? അപ്പോൾ അതിനെതിരെയൊക്കെ സമരം വന്നു കഴിഞ്ഞാൽ ഈ സംഗതിയൊക്കെ അവിടെ നിന്നുപോകും, മുടങ്ങിപ്പോവും. ശ്രീ അഭിലാഷൻ, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അതല്ല. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ GSDP അനുസരിച്ചുള്ള കടം എത്ര ശതമാനമാണെന്നാ? എത്ര ലക്ഷം കോടിയാ സെൻട്രൽ ഗവൺമെന്റിന്റെ കടം? അപ്പൊ അവർക്ക് നാഷണൽ ഹൈവേ, അദ്ദേഹം മറുപടി പറയേണ്ട ഒരു കാര്യമായിരുന്നു. നാഷണൽ ഹൈവേ പുറത്തുനിന്ന് കടമെടുക്കുന്നുണ്ട്, കിഫ്ബി പുറത്തുനിന്ന് കടമെടുക്കുന്നുണ്ട്. നാഷണൽ, ഞാൻ പറയട്ടെ, നാഷണൽ ഹൈവേ, ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനല്ലേ പറയുന്നേ.
അല്ലല്ല, പറഞ്ഞോളൂ. നാഷണൽ ഹൈവേ പുറത്തുനിന്ന് കടമെടുക്കുന്നുണ്ട് അഭിലാഷേ, അത് കടത്തിന്റെ പരിധിയിൽ വരുന്നില്ല. കിഫ്ബി പുറത്തുനിന്ന് കടമെടുത്ത് റോഡ് പണിയുന്നു, അത് കടത്തിന്റെ പരിധിയിൽ വരുന്നു. ഈ വിവേചനം ചോദിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ല. നാഷണൽ ഹൈവേ ഇത് പറയാനുള്ള ഉത്തരവാദിത്വം ശബരിനാഥ് ഏറ്റെടുക്കേണ്ട, അദ്ദേഹം ഏറ്റെടുത്ത്. അല്ല പറയട്ടെ, ഞാനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമയം തന്നില്ലെങ്കിൽ ഞാൻ നിർത്തും. ഞാനാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളാ. അതായത് കിഫ്ബിയുടെ പണം ഞങ്ങൾ കടമെടുത്തപ്പോ അത് കടത്തിന്റെ പരിധിപ്പെടുത്തിയപ്പോഴും കേരളത്തിന് കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അനുവദിച്ച കടത്തിന്റെ പരിധിക്ക് പുറത്തു പോയിട്ടില്ല. പുറത്തു പോകാൻ നിയമം അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പുറത്തു പോയിട്ടുമില്ല. നാഷണൽ ഈ പണി കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ശബരിനാഥ് ഇവിടെ പറഞ്ഞ വിഷയം, സ്കൂളുകൾ അതിനു മുമ്പ് പണിഞ്ഞിട്ടില്ലയോ? ഉണ്ടോ സാർ? അങ്ങനെയാണെങ്കിൽ 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എത്ര സ്കൂളാണ് നിങ്ങൾ പൂട്ടാൻ ഒരുങ്ങിയത്? ഓർമ്മയില്ലേ? നമ്മുടെ 3-4 സ്കൂളുകളുടെ പടങ്ങൾ അന്ന് മനോരമയും മാതൃഭൂമിയിലൊക്കെ വലിയ തോതിൽ വന്ന വാർത്ത വന്നത് ഓർമ്മയില്ലേ? ശ്രീ അഭിലാഷിന് ഓർമ്മയില്ലേ? ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ ആഗ്രഹം അഭിലാഷെ പെട്ടെന്ന് 5ാം ക്ലാസ്സിൽ പോകണമെന്നായിരുന്നു. എന്താ കാര്യം? എൻ്റെ സ്കൂളിൽ ബെഞ്ചില്ല, 5ാം ക്ലാസ്സിലേ ഉള്ളൂ ബെഞ്ച്. ഞാൻ ജനപ്രതിയായപ്പോൾ ആദ്യം ചെയ്തത് ആ സ്കൂളിൽ ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി കൊടുക്കല. 937 സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രിയാ രവീന്ദ്രനാഥും അതുപോലെ ശിവൻകുട്ടിയും. 937 സ്കൂൾ കെട്ടിടങ്ങൾ, 40,000 ഹൈടെക് ക്ലാസ് ഇതൊക്കെ ഉണ്ടായിരുന്നു കിട്ടിയില്ലാത്ത കാലത്ത്. 10 നില അല്ല പറയട്ടെ 10 നില 12 നിലയുള്ള 12 നിലയുള്ള ആശുപത്രി കാലത്ത്, മെഡിക്കൽ കോളേജ് ഇതുപോലെ ആയിരുന്നു കിട്ടിയില്ലാത്ത കാലത്ത്. ഞാൻ പറയട്ടെ അപ്പൊ സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായത് ഇതിന്റെ പേരിലാണെന്നുള്ളത് ഓർക്കുന്നില്ല. ഇനി KSRTC ഇനി അദ്ദേഹം അല്ല ശരിയല്ലത്. ഇത് നിങ്ങൾ ആരും സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല. ഞാൻ അഭിലാഷെ പറയുന്നത്, നിങ്ങൾ എനിക്ക് സമയം തരുന്നില്ല. അവസാനം അവർ ശരിയല്ല, ഇത് ശരിയല്ല. അതുപോലെ SC/ST ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഗ്രാന്റ് കൊടുക്കാനുള്ളത് ശുദ്ധ അസംബന്ധമാണ്, കള്ളമാണ് പറഞ്ഞത്. അത് ഇനി സർക്കാർ ജീവനക്കാർ, ശ്രീ ആന്റണി AK ആന്റണി എന്താ പറഞ്ഞത്? സർക്കാർ ജീവനക്കാർ 1 മാസം ജോലി ചെയ്തതിലൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവർക്ക് ശമ്പളം കൊടുക്കാനില്ല. ഞങ്ങൾ 1 ദിവസം ശമ്പളം മുടങ്ങിയോ? ഒരു സർക്കാർ ജീവനക്കാരന്റെ 1 ദിവസം ശമ്പളം മുടങ്ങിയോ? മുടക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്നത് DA കുടിശ്ശികയുണ്ട്, പക്ഷേ ശമ്പളം മുടക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ലെന്നാ പറഞ്ഞേ. അങ്ങനല്ല. ആന്റണിയുടെ കാലത്ത് ശ്രീ AK ആന്റണി മുണ്ടു മുറുക്കി കൊടുക്കാൻ പറയുകയും അതുപോലെ സർക്കാർ ജീവനക്കാർ ഇനി 1 മാസം പണിയെടുക്കില്ലേ. ഇനി KSRTC ശബരിനാഥ് ഉൾപ്രദേശത്ത് താമസിക്കുന്ന ആളല്ല, ടൗണിൽ താമസിക്കുന്ന ആളാ. പക്ഷേ ഉൾപ്രദേശത്തേക്ക് KSRTCയുടെ ഞാൻ പറഞ്ഞേ പറ്റൂ KSRTCയുടെ ഒരു വണ്ടി ഉൾപ്രദേശത്തേക്ക് പോകണമെങ്കിൽ 5 പേരെ യാത്ര കാണത്തുള്ളൂ. അപ്പൊ അത് കേവല ലാഭത്തിന് വേണ്ടി മാത്രമല്ല, ജനങ്ങളുടെ സേവനമാണ്. KSRTC ഒരു സേവന പദ്ധതി കൂടിയാണ്. പ്രൈവറ്റ് ബസ് പോവോ രാത്രി 11 മണിക്കൂർ ഉൾപ്രദേശത്തേക്ക് റിമോട്ട് ഏരിയയിലേക്ക് പോവോ? പോവില്ല. അതുകൊണ്ട് ശങ്കുട്ടിദാസിന്റെ അവസരം. ശങ്കു, കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡെപ്റ്റ് ടു GDP റേഷ്യോ 56% മുകളിലാണ്. കേരളത്തിൽ ഡെപ്റ്റ് ടു GSDP റേഷ്യോ 33%. 15 ലക്ഷം കോടിയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമാക്കിയാൽ മതിയോ എന്നുള്ള ചോദ്യം, അദ്ദേഹത്തിന്റെ ചോദ്യം പ്രസക്തമാണ്. അല്ല, ഒട്ടും പ്രസക്തമല്ല അത്. അദ്ദേഹം ഞാൻ പറയട്ടെ, അത് വളരെ ലളിതമാണ് അതിനുള്ള ഉത്തരം. അതായത് സംസ്ഥാന സർക്കാരിന്റെയും ഒരു സോവറിൻ ഗവൺമെന്റിന്റെയും ഡെപ്റ്റ് ടു GDP റേഷ്യോയുടെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഇവരുടെ ധനാഗമന മാർഗ്ഗങ്ങളും ഇവരുടെ ചെലവിന്റെ രീതികളും വ്യത്യസ്തമാണ്. ഇപ്പൊ സംസ്ഥാനത്തിന്റെ മൊത്തം ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1.2% ആണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 22% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. 50 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് നമ്മൾ ഒരു രാജ്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന്റെ 22% നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നീക്കി വെക്കുന്നത്. അങ്ങനെയല്ല സംസ്ഥാനങ്ങളുടെ കാര്യം. സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സബ് യൂണിറ്റുകളാണ്, കേന്ദ്രത്തിന് കീഴിലുള്ള പ്രദേശങ്ങളാണ്. അവയ്ക്ക് സോവറിൻ ഗവൺമെന്റുകളെ പോലെ എത്ര വേണമെങ്കിലും കടമെടുക്കാൻ സാധിക്കില്ല. ഇത് സാമാന്യമായിട്ടുള്ള വ്യത്യാസമാണ്. ഇപ്പൊ USA ഡെപ്റ്റ് ടു GDP റേഷ്യോ എടുത്ത് നോക്കുന്നത് 75% മുകളിലാണ്. അത് സോവറിൻ രാജ്യങ്ങൾക്ക് അത്തരത്തിലുള്ള കടമെടുക്കൽ പരിധി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വരുമാന മാർഗങ്ങളും അവരുടെ ചെലവിന്റെ രീതികളും വ്യത്യസ്തമാണ്. അത് വെച്ചിട്ട് സംസ്ഥാനങ്ങൾക്ക് അതേ അവകാശം പറയാൻ സാധിക്കില്ല. നമ്മൾ ധനകാര്യ കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം അവസാനിച്ചു. നമസ്കാരം.